ഇനി കുറച്ച് ചെറിയ ഒരു ഭാഗങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, തുടങ്ങല്ല. രാവിലെ തന്നെ ഉറങ്ങല്ലേ. തുടങ്ങാം. യെസ്. അപ്പോ ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഓപ്റ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ. സിൽവറിംഗ് ഓഫ് ലെൻസ് സാധാരണ ചോദിക്കാറുണ്ട്. സിൽവറിംഗ് ഓഫ് ലെൻസ്, ലെൻസിന് എന്ത് ചെയ്യുക? സിൽവർ ചെയ്യാം. ലെൻസിനെ സിൽവർ ചെയ്യാം. അതായത് ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഭാഗത്ത് സിൽവറിന്റെ കോട്ടിംഗ് കൊടുക്കുക. ഈ സിൽവറിന്റെ കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് മിററായിട്ട് മാറും കേട്ടോ. സിൽവറിന്റെ കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് മിററായിട്ട് മാറും. അപ്പൊ ആ മിററിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ഒക്കെ നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? സിൽവർ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, ലെൻസിനെ സിൽവർ ചെയ്യുക. അപ്പോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം മക്കളെ. ഇതൊരു ലെൻസ് ആണ് വിചാരിക്കുക. ഇതൊരു ലെൻസ് ആണ്. ഓക്കെ, ഇതൊരു ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഇതിലെ നമ്മൾ ഒരു ഭാഗം എന്ത് ചെയ്തു? ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തു? സിൽവർ ചെയ്തു. കണ്ടോ, ഒരു സൈഡ് സിൽവർ ചെയ്തു. ഈ സിൽവർ ചെയ്ത് എങ്ങനെയാ അവര് റെപ്രസെന്റ് ചെയ്യാട്ടാ? സിൽവർ ചെയ്ത സൈഡ് മിററായിട്ട് മാറുന്നതാണ് സാറ് പറഞ്ഞത്. അപ്പൊ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സൈഡ് മിററായിട്ട് മാറി. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് കടത്തി വിട്ടു. ആ ലൈറ്റ് ഇവിടെ എത്തുമ്പോൾ എന്ത് നടക്കും മക്കളെ? ഇവിടെ എത്തുമ്പോൾ റിഫ്രാക്ഷൻ നടക്കും അല്ലെ? റിഫ്രാക്ഷൻ നടക്കും. കാരണം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് മറ്റു മീഡിയത്തിലേക്ക് എൻട്രി ചെയ്യാണ്. സോ ഇവിടെ വെച്ച് എന്ത് നടക്കും മക്കളെ? റിഫ്രാക്ഷൻ നടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ബെൻഡ് ചെയ്ത് ലൈറ്റ് ഇവിടെ പോകും. ഈ സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നടക്കും. കാരണം അത് സിൽവേർഡ് സർഫസ് ആണ്. അവിടെ എന്ത് നടക്കും? റിഫ്ലക്ഷൻ നടക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് തട്ടി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എത്തുമ്പോ വീണ്ടും എന്ത് നടക്കും മക്കളെ? റിഫ്രാക്ഷൻ നടക്കും. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് പുറത്തുനിന്ന് ലെൻസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ, പിന്നെ ലെൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഈ സിൽവർ സൈഡിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട് മക്കളെ? റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ട് റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ് ഈ സിസ്റ്റത്തിന്റെ ഈ ലെൻസിന്റെ അല്ല, ലെൻസ് പ്ലസ് സിൽവർ ചെയ്തിട്ടുള്ള ആ സർഫസിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന് മക്കളെ ഒരു ഇക്വേഷൻ ഉണ്ട്. 1/f ഇഫക്റ്റീവ് എന്ന് പറയുന്നത് 2 divided by focal length of refraction plus 1 divided by focal length of reflection. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ. 1/f ഇഫക്റ്റീവ് ഈക്വൽ ടു 2 divided by f റിഫ്രാക്ഷൻ. ഇവിടെ എന്തുകൊണ്ട് 2 എന്നറിയോ? 2 വരാനുള്ള കാരണം രണ്ട് എന്ത് നടക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് റിഫ്രാക്ഷൻ നടക്കണോണ്ട് ഇവിടെ 2 വന്നു. സോ 2 divided by focal length of refraction plus 1 divided by focal length of എന്ത് മക്കളെ? റിഫ്ലക്ഷൻ. ക്ലിയർ? ക്ലിയർ ആയോ? അവിടെ എന്തുകൊണ്ടോ 2 എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? യെസ്. ഓക്കെ. അപ്പോ 2 divided by f റിഫ്രാക്ഷൻ പ്ലസ് 1 divided by f റിഫ്ലക്ഷൻ. യെസ്, റൈറ്റ്. ഇനി രണ്ട് എക്സാമ്പിൾസ് സാർ പറഞ്ഞോട്ടെ. അതെങ്ങനെയാ ചെയ്യാന്നൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതേത് ലെൻസാണ്? ഇതേത് ലെൻസാന്ന് പറഞ്ഞേ. ഇതേത് ലെൻസാ? ഇതേത് ലെൻസാ എന്ന് ചോദിക്കുക. യെസ്, പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ ഈ പ്ലെയിൻ സൈഡ് എന്ത് ചെയ്തു മക്കളെ? സിൽവർ ചെയ്തു. കണ്ട, സാധാരണ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കിക്കോട്ടാ. പ്രീവിയസ് ഇയറിലൊക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ പ്ലെയിൻ സർഫസ് നമ്മൾ എന്ത് ചെയ്തു? സിൽവർ ചെയ്തു. അപ്പോൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് വരുന്നതാണ് നമ്മളോട് ചോദ്യം കേട്ടോ. ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് വരുന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിനെ നമ്മൾ സിൽവർ ചെയ്തില്ലേ? ഈ സിൽവർ ചെയ്തിട്ടുള്ള ലെയർ എന്ത് ചെയ്യുക? ഒന്ന് പൊളിച്ച് മാറ്റുക. നമ്മുടെ ഈ ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെ. ഞാൻ അതത്രയും
സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞ ഈ ഉള്ളിയുടെ തൊലി പൊളിച്ച് കളയുന്നത് പോലെ ആ സിൽവർ ചെയ്തിട്ടുള്ള ആ ലെയർ മാത്രം പൊളിച്ചു മാറ്റാം. അപ്പൊ ഇവിടുന്ന് സിൽവർ ചെയ്തിട്ടുള്ള ലെയർ മാത്രം എന്ത് ചെയ്യുമ്പോ മക്കളെ പൊളിച്ചു മാറ്റുമ്പോ ഇതാണ് സിൽവർ ചെയ്തിട്ടുള്ള ലെയർ. ഇത് ലെയറാണ് കേട്ടാ. ഈ ലെയർ മാത്രം ആ ലെയർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൊളിച്ചു നീക്കുകയാണ്. സോ സിൽവർ ചെയ്തിട്ടുള്ള ലെയർ നമ്മൾ എന്ത് ചെയ്തു പൊളിച്ചു നീക്കി. ബാക്കി നമുക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് കാണാൻ പറ്റും. അപ്പൊ ആക്ച്വലി ഈ പ്ലാനോ കോൺവെക്സ് ലെൻസുമേ ഈ ലെയർ ഒട്ടിച്ച് ചേർത്ത പോലെയാണ് ഈ സാധനം. ശരിയല്ലേ? 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 പ്ലാനോ കോൺവെക്സ് ലെൻസുമേ ആ ലെയർ ഒട്ടിച്ച് ചേർത്ത പോലെയാണ് ആ സാധനം അല്ലേ? യെസ്, അതാണ് പറഞ്ഞത്. ആ ലെയർ മാത്രം എന്ത് ചെയ്യണം? അടർത്തി മാറ്റണം. അപ്പൊ ഈ ലെയർ ഈ പ്ലാനോ കോൺവെക്സിൽ ഒട്ടിച്ചേർത്ത പോലെയാണ്. അതിൽ ഈ പ്ലാനോ കോൺവെക്സ് ലെൻസ് മക്കളെ ലെൻസിലാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. ലെൻസിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഈ ലെയറിലാണ് എന്ത് നടക്കുന്നത്? റിഫ്ലക്ഷൻ നടക്കണേ. സോ ഇവിടെയാണ് റിഫ്ലക്ഷൻ നടക്കണേ, ഇവിടെയാണ് എന്ത് നടക്കണേ? റിഫ്രാക്ഷൻ നടക്കണേ. ക്ലിയർ അല്ലേ? സോ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ അവിടെയാണ്. കുഴപ്പമില്ലല്ലോ. ആ ലെയറിലാണ് എന്ത് നടക്കുക മക്കളെ? ആ ലെയറിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ഈ ലെൻസിലാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? യെസ്. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വേഷൻ? 1/f effective equal to 1/f effective equal to 2 divided by focal length of refraction plus 1 divided by focal length of reflection. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ 1/f effective നമ്മൾ ജനറൽ ഇക്വേഷൻ 2 divided by focal length of refraction plus 1 divided by focal length of reflection. ഇത് റിഫ്രാക്ഷൻ, ഇത് റിഫ്ലക്ഷൻ. ക്ലിയർ ആണല്ലോ? റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാ? ഒന്ന് ശ്രദ്ധിച്ചേ. റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാ? ഒന്ന് പറയാ. റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? പേമ്പറ ലെൻസിലാണ്. ഏത് ലെൻസിലാ? ഏത് ലെൻസിലാ? പ്ലാനോ കോൺവെക്സ് ലെൻസിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് അല്ലെ മക്കളെ? പ്ലാനോ കോൺവെക്സ് ലെൻസിലാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? സോ പ്ലാനോ കോൺവെക്സ് ലെൻസിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, 1/f is equal to ഓർമ്മ അറിയില്ല കേട്ടോ. 1/f equal to refractive index of lens, refractive index of lens minus surrounding medium. ഇവിടെ എയർ എടുത്തോ, -1. എയർ ആണ് സറൗണ്ടിങ് മീഡിയം എടുത്തോട്ടാ. സോ -1 by 1 അത് എഴുതണ്ട. ഇൻറ്റു 1/r1 - 1/r2. മക്കളെ പ്ലാനോ കോൺവെക്സിന് ആകെ ഒറ്റ സർഫസസ് ഒരിക്കലുള്ളൂ, ബാക്കി മറ്റേത് പ്ലെയിനാ. സോ 1/r1 ഒന്നും എഴുതുന്ന ആവശ്യമില്ല, 1/r ഇട്ടാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നുണ്ടോ? ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നല്ലേ? 1/f equal to refractive index of lens -1 into 1/r. പഠിപ്പിച്ചെന്നുണ്ടോ? യെസ് 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 യെസ്. വിത്ത് സൈൻ കൺവെൻഷൻ വരെ പഠിപ്പിച്ചെന്നുണ്ട് അല്ല. അപ്പൊ റിഫ്രാക്റ്റീവ് ഓഫ് ലെൻസ് -1 into 1/r അതാണ് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇവിടെയാണ് എന്ത് നടക്കുന്നത് മക്കളെ? റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇവിടെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ഈ റിഫ്ലക്ഷൻ നടക്കുന്ന ആ സർഫസ് നോക്കിയേ, പ്ലെയിൻ ആണ്. റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസ് നോക്കിയ മക്കളെ പ്ലെയിൻ ആണ്. ശ്രദ്ധിച്ചു നോക്കിയ പ്ലെയിൻ ആണ്. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ? ഈ പ്ലെയിൻ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ? റിഫ്ലക്ഷൻ നടക്കുന്ന പ്ലെയിൻ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ തോന്നണേ? ഇങ്ങനെയൊന്നും ചോദിക്കരുത് സാർ. റിഫ്ലക്ഷൻ നടക്കുന്ന റേഡിയസ് സർഫസ് ഏതാ? പ്ലെയിൻ അല്ലേ? അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? പോയി. പ്ലെയിൻ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര വരികയാടാ? റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി. അപ്പൊ പ്ലെയിൻ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി. ദെൻ ഫോക്കൽ ലെങ്ത് എന്താ വരിക? നമ്മൾ മിററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു r/2. മിററിൽ മാത്രമുള്ള ഇക്വേഷൻ ആണ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു r/2. അപ്പൊ എത്ര വരിക? ഇൻഫിനിറ്റി തന്നെ വരിക. അപ്പൊ ഇവന്റെ ഫോക്കൽ ലെങ്ത് എത്ര വരിക? ഇൻഫിനിറ്റി ആണോ? അപ്പോ അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത് പ്ലെയിൻ സർഫസിലാണ്. അപ്പൊ അവരുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇനി ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്താ കൊടുക്കണ്ടേ? 1/f effective equal to ഇതൊക്കെ അങ്ങോട്ട് മാറ്റാണേ. യെസ്. നമ്മൾ ഇക്വേഷൻ കൊടുക്കാം. എന്താ ഇക്വേഷൻ? 1/f effective equal to 2 divided by focal length of refraction. മക്കളെ 2 divided by focal length of refraction എന്താ വരിക? ഇതല്ലേ റിഫ്രാക്ഷൻ നടക്കുന്ന ഫോക്കൽ ലെങ്ത്.
ഇതല്ലേ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അതല്ലേ? അപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിലാണ് എന്ത് നടക്കണേ? റിഫ്രാക്ഷൻ നടക്കണേ. സോ 2 into 1/f ആണ്. 1/f ആണ് ഇവിടെ. റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1/r. ക്ലിയർ ആണല്ലോ? പ്ലസ് 1 divided by ഫോക്കൽ ലെങ്ത് ഓഫ് റിഫ്ലക്ഷൻ. മക്കളെ റിഫ്ലക്ഷൻ നടക്കുന്ന പ്ലെയിൻ സർഫസിലാ. പ്ലെയിൻ സർഫസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എഴുതി ഇൻഫിനിറ്റി ആണെന്ന് എഴുതി. സോ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു r divided by 2 into റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1. ഇതാണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്. r divided by 2 into റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1. അതില് 1/f എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1/r എന്നാണ്. സോ r divided by ഇവിടെ എക്സ്ട്രാ 2 വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലാനോ കോൺവെക്സ് ലെൻസ് ബൈ 2 ആണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്. കണ്ട ഇവിടെ 2 വന്നിട്ടുണ്ട്. സോ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ത് വരും? ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ത് വരും? r divided by 2 into റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1 ഈക്വൽ ടു പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതേ ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കിട്ടും. ഏത് സിസ്റ്റത്തിന്റെ? ഈ സിസ്റ്റത്തിന്റെ. കിട്ടിയ? കിട്ടിയടാ? എന്താ ചെയ്തിരിക്കുന്നതെന്ന് പോലും കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പോലും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതായിട്ടില്ല. എന്താ 1/f ഇഫക്റ്റീവ് ഈക്വൽ ടു 2 divided by f റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എവിടെ നടക്കണേ? ഒന്ന് പറഞ്ഞ എല്ലാവരും. റിഫ്രാക്ഷൻ എവിടെ നടക്കണേ? റിഫ്രാക്ഷൻ എവിടെയാണ് നടക്കുക? ലെൻസിന്റെ ഇക്വേഷൻ എത്ര എഴുതണേ? 1/f. ഇതല്ലേ 1/f ഇക്വേഷൻ അല്ലേ? റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1 into 1/r അതല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും മക്കളെ 2/f റിഫ്രാക്ഷൻ ബൈ തന്നെയാണ്. സോ 2 into 1/f വരുന്നത് എഴുതി കൂടെ മക്കളെ? ഇവിടെ 2 into 1/f അല്ലേ? 1/f 2 into 1/f ഫോർമാറ്റിലാണ്. അതിന് പകരം തന്നെ എഴുതാം. എന്താ എഴുതാം? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1/r എന്ന് എഴുതാം. പ്ലസ് 1 ഇഫക്റ്റീവ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ പ്ലെയിൻ സർഫസ് അല്ലടാ. പ്ലെയിൻ സർഫസിന്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി അല്ലേ? സോ 1/infinity പോയില്ലേ? സോ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? r divided by റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1 into 2. മക്കളെ ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇതാ പ്ലാനോ കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു? 1/f ആണ്. റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1/r ചെയ്തത്. അപ്പൊ f എന്ത് എഴുതാം മക്കളെ? ഇവിടുന്ന് f equal to r divided by റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് -1 എന്ന് എഴുതാം. f equal to r divided by റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1 എന്ന് എഴുതാം. ഇവിടെ എന്ത് വന്നു? എക്സ്ട്രാ ഒരു 2 വന്നു. അപ്പൊ അതിനടുത്ത് എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലാനോ കോൺവെക്സ് ലെൻസ് ഡിവൈഡ് ബൈ 2 ആണ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് കോമ്പിനേഷൻ. ആണോ? അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കൂടാ, ഫോക്കൽ ലെങ്ത് ഓഫ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഈസ് 20 centimeter. ഫോക്കൽ ലെങ്ത് ഓഫ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഈസ് 20 centimeter and that lens is silvered at the plane surface. That lens is silvered at the plane surface. So what is the effective focal length of the combination? Effective focal length of the new plane silvered lens എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിൽവേർഡ് ലെൻസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? യെസ് 10 എന്ന് എഴുതിയാൽ മതി. 20 എന്ന് തന്നെങ്കിൽ അതിന്റെ പകുതി 10. കേട്ടോ? ഇവിടെ ഏത് ലെൻസിനെയാണോ സിൽവർ ചെയ്തേക്കണേ മക്കളെ? കോൺവെക്സ് ലെൻസിനെയാണ് സിൽവർ ചെയ്തേക്കണേ. കോൺവെക്സ് ലെൻസിനെ സിൽവർ ചെയ്ത് അത് കോൺകേവ് മിറർ ആയിട്ട് മാറും. കേട്ടോ? അത് മിറർ ആയിട്ടാണ് ആക്ട് ചെയ്യാം. സോ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും മക്കളെ? മിറർ ആയിട്ട് ആക്ട് ചെയ്യും. ഏത് മിറർ ആയിട്ട് ആക്ട് ചെയ്യും? കോൺകേവ് മിറർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നു. അപ്പൊ കോൺവെക്സ് ലെൻസിനെ സിൽവർ ചെയ്താൽ കോൺകേവ് മിറർ, കോൺകേവ് ലെൻസിനെ സിൽവർ ചെയ്താൽ കോൺവെക്സ് മിറർ. തലതിരിയും. കേട്ടോ? ഒന്ന് തലതിരിയും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോളൂ. ഒരു എക്സാമ്പിൾ കൂടി സാർ പറഞ്ഞുതരാം. അടുത്ത എക്സാമ്പിൾ ഇതേതാ? ഇതെന്താ? മക്കളതെന്താ? ഇതെന്താടാ? ഇതൊന്ന് പറഞ്ഞിട്ട് വേണം ഇത്. യെസ്, പ്ലാനോ കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ. ഇതിന്റെ ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തു? സിൽവർ ചെയ്തു. ഏത് സൈഡ് സിൽവർ ചെയ്തേക്കണേ? ഏത് സൈഡ് സിൽവർ ചെയ്തേ? കർവ്ഡ് സൈഡ് എന്ത് ചെയ്തു? സിൽവർ ചെയ്തു. അപ്പൊ നമ്മൾ കർവ്ഡ് സൈഡ് എന്ത് ചെയ്തു? സിൽവർ ചെയ്തു.
ഇനി നമ്മൾ എന്താ പഠിപ്പിച്ചാൽ നിങ്ങളെ ഇതിനെ ഈ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലെ ഈ സിൽവറിംഗ് സൈഡിനെ മാറ്റി വയ്ക്കുക. അപ്പൊ സിൽവറിംഗ് സൈഡ് ഇതാണ്. സോ മക്കളെ ഇതാണ് സിൽവറിംഗ് സൈഡ്, ഇതാണ് ഏത് പ്ലാനോ കോൺവെക്സ് ലെൻസ്. ശരിയല്ലേ? ശരിയല്ലേ? ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെ. ഞാൻ അതേ പറയാനുള്ള കാരണം ആ ലെയർ മാത്രം മാറ്റി വെക്കുക. അപ്പൊ ലെയറിന്റെ ഷേപ്പ് എന്താ? സ്പെറിക്കൽ ഷേപ്പ്. കാരണം സ്പെറിക്കൽ സൈഡാണ് സിൽവർ ചെയ്തേ. അപ്പൊ നമ്മൾ ഈ ലെയറിനെ മാത്രം മാറ്റി വെക്കുക. ബാക്കി എന്ത് കിട്ടും? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് കിട്ടും. അപ്പൊ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് പ്ലസ് ഈ ലെയർ ചെയ്ത് അത് കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. ഇനി എന്താ ചെയ്യണ്ടേ? പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചതാ 1/f = പ്ലാനോ കോൺവെക്സ് ലെൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1/r. ഇതാണ് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ. ഇത് ഇവിടെ എന്താ കാണുന്നത് മക്കളെ? ഒരു സ്പെറിക്കൽ മിറർ കാണേ. ശ്രദ്ധിച്ച, ഒരു സ്പെറിക്കൽ മിറർ ആണ് കാണുന്നത്. സ്പെറിക്കൽ മിററിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2, f = r/2, f = r/2. അപ്പൊ ഇവന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ? ഇൻഫിനിറ്റി അല്ല, പകരം r/2 ആണ്. നേരത്തെ അത് ഇൻഫിനിറ്റി വരെയുള്ള കാരണം എന്തായിരുന്നു? അത് പ്ലെയിൻ സർഫസ് ആയിരുന്നു. ഇപ്പൊ അത് സ്പെറിക്കൽ സർഫസ് ആണ്, അത് അറൗണ്ട് r/2. ക്ലിയർ? ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാ. എന്താ ഇക്വേഷൻ മക്കളെ? 1/f effective = 2/f refraction plus 1/f reflection എന്നാണ് ഇക്വേഷൻ. 2/f refraction plus 1/f reflection. So 1/f effective = 2 into മക്കളെ റിഫ്രാക്ഷൻ നടക്കുന്ന ലെൻസിലാണ്. റിഫ്രാക്ഷൻ നടക്കുന്നത് ലെൻസിലാണ്. സോ 2 into refractance of lens -1/r plus 1/f reflection. റിഫ്ലക്ഷൻ നടക്കുന്നത് ഈ ലെയറിലാണ് മക്കളെ. റിഫ്ലക്ഷൻ നടക്കുന്നത് ആ ലെയറിലാണ്. ലെയറിന്റെ ഫോക്കൽ ലെങ്ത് r/2. ഫോക്കൽ ലെങ്ത് r/2 ആണ്. സോ 1/r/2. അപ്പൊ മക്കളെ എന്ത് വരും? 2 into refractance of lens -1 plus 2/r എന്ന് വരും. LC എടുത്തിട്ടാ അത് നോക്കിയോളോ. ഈ 2 മോളിൽ പോകും. അപ്പൊ 2 into refractance of lens -1 plus 2/r എന്ന് വരും. ദാറ്റ് ഈസ് 1/f effective. 1/f effective കിട്ടി. ഇനി എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് 1/f effective = 2 into refractance of lens എന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ മറ്റേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 into refractance of lens -2 plus 2/r. That is equal to 2 into refractive index of lens divided by r ആണ് 1/f effective. So f effective = r divided by 2 into refractive index of lens. F effective = r divided by 2 into refractive index of lens. This is the effective focal length of the system. Silver ആയിട്ടുള്ള പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ effective focal length അതാണ്. And this will act as a concave. mirror. അതെന്തായിട്ട് ആക്ട് ചെയ്യും മക്കളെ? കോൺകേവ് മിറർ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ? യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് പ്രിസമാണ്. ഇപ്പൊ സിൽവറിംഗ് ഓഫ് ലെൻസ് ഞാൻ അവസാനിപ്പിച്ചോട്ടാ. പ്രിസം ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്ത് നമുക്ക് പറയാനുള്ളത് മക്കളെ പ്രിസമാണ്. പ്രിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് 2 സർഫസസ്. കേട്ടോ, 2 സർഫസുകളായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് 2 സർഫസസ് മേക്സ് എൻ ആംഗിൾ. കേട്ടോ, അതാണ് പ്രിസം എന്ന് പറയുന്നത്. സോ 2 സർഫസുകൾക്കിടയിൽ ഒരു റിഫ്രാക്റ്റീവ് മീഡിയം ഇരിക്കുന്നു. അതാണ് പ്രിസം. സാധാരണ നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കുലർ പ്രിസം ആണ്. യെസ്, ഞാനത് വരച്ചു വെച്ചിട്ടുണ്ട്. യെസ് മക്കളെ, ഇതാണ് റിഫ്രാക്റ്റീവ് മീഡിയം RN. കേട്ടോ, റിഫ്രാക്റ്റീവ് മീഡിയം ഗ്ലാസ് ആവാം, വെള്ളമാവാം, എന്തും ആവാം. സോ റിഫ്രാക്റ്റീവ് മീഡിയം അതാണ്. ആ റിഫ്രാക്റ്റീവ് മീഡിയം 2 സർഫസുകൾക്കിടയിൽ മക്കളെ, ഇതാണ് ഫസ്റ്റ് സർഫസ്, ഇതാണ് സെക്കൻഡ് സർഫസ്. 2 സർഫസുകൾക്കിടയിൽ ഒരു റിഫ്രാക്റ്റീവ് മീഡിയം ഇരിക്കുന്നു. അടിയിലുള്ള സർഫസിന് ഫിസിക്സ് പരമായിട്ട് യാതൊരുവിധ റോളും ഇല്ല. അടിയിലുള്ള സർഫസ് ഫിസിക്സ് പരമായിട്ട് യാതൊരുവിധ എന്തില്ല, റോളില്ല. അതുകൊണ്ട് അടിയിലുള്ള സർഫസ് നമ്മൾ എടുക്കാറില്ല. കേട്ടോ, അടിയിലുള്ള സർഫസ് അവിടെ ഇരിക്കാൻ വേണ്ട സർഫസ് ആണ്. അതിന് യാതൊരുവിധ ഫിസിക്സ് പരമായിട്ട് യാതൊരുവിധ റോളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുക്കാറില്ല. സോ 2 സർഫസുകൾക്കിടയിലുള്ള ഒരു റിഫ്രാക്റ്റീവ് മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പ്രിസം എന്ന് പറഞ്ഞു വിളിക്കണേ. സോ ഇതാണ് പ്രിസം. കേട്ടോ, ആ 2 റിഫ്രാക്റ്റീവ് 2 സർഫസുകൾ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഈ ആംഗിൾ നമ്മൾ സാധാരണ പ്ലസ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് പ്രിസം.
കേട്ടോ. ആ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് പ്രിസം എന്ന് വിളിക്കുക. നമുക്കൊരു പുതിയൊരു പേര് കൂടി പഠിക്കാണ്ട്, റിഫ്രാക്റ്റിംഗ് ആംഗിൾ. റിഫ്രാക്റ്റിംഗ് ആംഗിൾ കേട്ടോ. അപ്പോ ചില പ്രോബ്ലത്തില് വാട്ട് ഈസ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് എ പ്രിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. അതൊരു പുതിയ ആംഗിൾ ഒന്നല്ല, ആംഗിൾ ഓഫ് പ്രിസം തന്നെയാണ്. ഈ ആംഗിളിനെ തന്നെയാണ്, അതായത് രണ്ട് സർഫസുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ തന്നെയാണ് അവർ ആംഗിൾ ഓഫ് പ്രിസം എന്നും അതേപോലെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്നും പറയുന്നത്. ഓക്കെ, കിട്ടിയടാ? അതാണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോവാം. യെസ് മക്കളെ, ഇതാണ് ഒരു പ്രിസം. റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് ടു സർഫസസ്. ഫസ്റ്റ് സർഫസ്, സെക്കൻഡ് സർഫസ്. അത് ഞാൻ എഴുതി മാറ്റിവിടാം. ഈ ആംഗിൾ ആണ് നമ്മുടെ ഈ ആംഗിൾ ഓഫ് പ്രിസം. നമുക്ക് ഇപ്പൊ എ ബി സി എന്ന് പേര് കൊടുക്കാം, പ്രിസത്തിന് എ ബി സി കൊടുക്കാം. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം. ആംഗിൾ എ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? പ്രിസത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ ആംഗിൾ ആണ് ആംഗിൾ എ, അതാണ് ആംഗിൾ ഓഫ് പ്രിസം. ഇതാ ഒരു ലൈറ്റ് റേ വരുന്നു, ശ്രദ്ധിച്ചു കേട്ടാ. ഒരു ലൈറ്റ് റേ വരുന്നു മക്കളെ, ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ. ഈ ലൈറ്റ് റേ ഇവിടെ വന്ന് വീഴുന്നു. സോ ഇതാണ് നോർമൽ. സോ ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഒരു ആംഗിൾ പറഞ്ഞു നമ്മൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ആംഗിൾ പറഞ്ഞു. ദെൻ ഇതാണ് മക്കളെ റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ ഫ്രം ദ ഫസ്റ്റ് സർഫസ്. റിഫ്രാക്റ്റഡ് റേ ഫ്രം ദ ഫസ്റ്റ് സർഫസ്, അതൊന്ന് ശ്രദ്ധിക്കണം. സോ ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ഫ്രം ദ ഫസ്റ്റ് സർഫസ് ആയാലുണ്ട് കേട്ടോ. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 എന്ന് നമുക്ക് കിട്ടും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഈ റിഫ്രാക്റ്റഡ് റേ ആണ് മക്കളെ സെക്കൻഡ് സർഫസിലേക്ക് പോയി വീഴുന്നത്, അല്ലെ? ഈ റിഫ്രാക്റ്റഡ് റേ ആണ് ഏത് സർഫസിലേക്ക് പോയി വീഴുന്നത്? സെക്കൻഡ് സർഫസിലേക്ക് പോയി വീഴുന്നത്. അപ്പൊ സെക്കൻഡ് സർഫസിനെ സംബന്ധിച്ച് ഈ റിഫ്രാക്റ്റഡ് റേ ആണ് ഇൻസിഡന്റ് റേ, ശരിയല്ലേ? സെക്കൻഡ് സർഫസിലേക്ക് വന്ന് വീഴുന്നത് ഈ റേ ആണ്, വന്ന് വീഴുന്നത് ഈ റിഫ്രാക്റ്റഡ് റേ ആണ്. സോ ദിസ് റിഫ്രാക്റ്റഡ് റേ ഈസ് ദ ഇൻസിഡന്റ് റേ ഫോർ ദ സെക്കൻഡ് സർഫസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ this angle is the angle of incidence കേട്ടോ. angle of incidence for the second surface and we can write it as R2 again. അത് R2 എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ R1 എന്ന് പറയുന്നത് angle of refraction from the first surface, R2 എന്ന് പറയുന്നത് angle of incidence to the second surface. ഇവിടുന്ന് മക്കൾ എന്ത് ചെയ്തു പോകും? അതിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ സെക്കൻഡ് സർഫസ്, രണ്ടാമത്തെ സർഫസ് എന്നുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്. അതിന് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് പകരം ആംഗിൾ ഓഫ് എമർജൻസ് എന്നാണ് പറയാ മക്കളെ. അപ്പൊ ആംഗിൾ ഓഫ് എമർജൻസ് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. ആംഗിൾ ഓഫ് എമർജൻസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ സെക്കൻഡ് സർഫസ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോ എന്താ പറഞ്ഞത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഫസ്റ്റ്, അതേ റിഫ്രാക്റ്റഡ് റേ ആണ് സെക്കൻഡ് സർഫസിൽ ഇൻസിഡന്റ് റേ. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ദ സെക്കൻഡ്, ദാറ്റ് ഈസ് R2 again. ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ദ സെക്കൻഡ് സർഫസ്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എമർജൻസ്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ എത്ര ആംഗിളായി? 1 2 3 4 5 5 ആംഗിളായി. ഇനി പ്രിസം ഇല്ലായിരുന്നെങ്കിൽ മക്കളെ, പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരുന്ന ലൈറ്റ് റേ, ഇങ്ങനെ പോകുന്ന ലൈറ്റ് റേ, ഇങ്ങനെയാണല്ലോ ലൈറ്റ് റേ ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇതാ ഈ ലൈറ്റ് റേ ഇങ്ങനെ വന്നു. പ്രിസം ഇല്ലായിരുന്നെങ്കിൽ അത് നേരെ ഇങ്ങനെ പോണേ. പ്രിസം ഇല്ലായിരുന്നെങ്കിൽ അതൊന്നും ഇങ്ങനെ നേരെ പോയേനെ. അപ്പൊ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ നേരെ പോയേനെ, അതാ ഇങ്ങനെ പോയേനെ. പ്രിസം ഉള്ള കാരണം കൊണ്ട് അത് ഇങ്ങനെയാണ് പോകുന്നത്. പ്രിസം ഉള്ള കാരണം കൊണ്ട് അത് ഇങ്ങനെയാണ് പോകുന്നത്, ശരിയല്ല? എമർജന്റ് റേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നേരെ പോകേണ്ടിയിരുന്ന ലൈറ്റ് റേ മക്കളെ, നേരെ പോകേണ്ടിയിരുന്ന ലൈറ്റ് റേ പ്രിസം ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാ പോണേ. സോ ദിസ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് മക്കൾ എന്ത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അങ്ങനെ മൊത്തത്തിൽ 6 ആംഗിളുകൾ പഠിക്കാറുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഫസ്റ്റ് സർഫസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സെക്കൻഡ് സർഫസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് ഈസ് എമർജന്റ് റേ, ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ സെക്കൻഡ് സർഫസ് ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. കിട്ടിയോ മക്കളെ? ഈ 6 ആംഗിൾ കിട്ടിയോ? യെസ്, 6 ആംഗിൾ അറിയാലോ? അതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്.
യെസ്, 6 ആംഗിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് സാർ ഒന്നുകൂടി പറയാം. ഇതാണ് പ്രിസം, ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് എന്ത് normal. So this is angle of incidence, this is refracted ray, and this is angle of refraction. That refracted ray incident on the second surface. So for the second surface, this is angle of incidence R2, and this is emergent ray or refracted ray from the second surface. This is angle of emergence, and this is angle of prism A. And prism illarengil nere pogendirunna light ray, prism ullaround ingeneyana pone. So this is angle of deviation. Clear aanallo? ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് കിടക്കും മക്കളെ. മെയിൻ ആയിട്ടുള്ള 2-3 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. R1 + R2 = A. കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് ഫസ്റ്റ് സർഫസിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സെക്കൻഡ് സർഫസിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും, അതായത് R1 ഉം R2 തമ്മിൽ ഉണ്ടാക്കുന്ന സമ്മാണ് മക്കളെ ആംഗിൾ ഓഫ് പ്രിസം അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. സോ R1 + R2 = നമുക്ക് എന്ത് പറയാം? A എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? R1 + R2 = A. അതൊന്ന് പഠിക്കുക. പിന്നെ ഡീവിയേഷന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ആംഗിൾ ഓഫ് ഡീവിയേഷൻ D, അതായത് പ്രിസം ഇല്ലായിരുന്നെങ്കിൽ നേരെ പോകേണ്ടിരുന്ന ലൈറ്റ് റേ പ്രിസം ഉള്ളതുകൊണ്ട് ചെരിഞ്ഞു പോകുന്നു. അപ്പൊ എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്തു? ഈ ആംഗിൾ ഡീവിയേറ്റ് ചെയ്തു, D. ആ ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം മക്കളെ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ D = I + C - A. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. I + C - A. I എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, E എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ്, A എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം കേട്ടോ. I + E - A, that is angle of deviation കേട്ടോ. അപ്പൊ ആംഗിൾ ഓഫ് ഡീവിയേഷൻ അതാണ് I + C - A ആണ്. എഴുതി വെച്ചോളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് മൈനസ് ആംഗിൾ ഓഫ് പ്രിസം, that is ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ക്ലിയർ ആണോ? യെസ്, അത് എഴുതി വെച്ചല്ലോ. D + E, I + E - A. ഇനി ഫോർ മിനിമം ഡീവിയേഷൻ നോക്കട്ടെ. R1 + R2 ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഫോർ മിനിമം ഡീവിയേഷൻ, അതായത് പ്രിസത്തിൽ മിനിമം ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ മക്കളെ ഈ റിഫ്രാക്റ്റഡ് റേ ഉണ്ടല്ലോ, ഇവിടെ പ്രിസത്തിന്റെ ഉള്ളിൽ കാണുന്ന റിഫ്രാക്റ്റഡ് റേ ഷുഡ് ബി പാരലൽ ടു ബേസ്. റിഫ്രാക്റ്റഡ് റേ എഴുതി വെച്ചോളൂട്ടാ, ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഷുഡ് ബി പാരലൽ ടു ബേസ്. അപ്പൊ മിനിമം ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേ ഈ ബേസിന് എന്താവണം മക്കളെ? ഇതാണ് ബേസ് അല്ലെ? ബേസ് ഇതാണ്. ഈ ബേസിന് എന്താവണം മക്കളെ? പാരലൽ ആവണം. So refracted ray should be parallel to the base. That is the essential condition for the minimum deviation. അപ്പൊ മിനിമം ഡീവിയേഷൻ ഉണ്ടാവാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിഫ്രാക്റ്റഡ് റേ ഷുഡ് ബി പാരലൽ ടു ബേസ്. അങ്ങനെ പാരലായി വന്നു കഴിഞ്ഞാൽ, റിഫ്രാക്റ്റഡ് റേ മക്കളെ പാരലായി വന്നു കഴിഞ്ഞാൽ R1 ഉം R2 ഈക്വൽ ആവണം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആംഗിൾസ് ഒന്ന് ഓർമ്മിച്ച് വെക്കട്ടെ. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവും. സോ ആ റിഫ്രാക്റ്റഡ് റേ എന്താണെങ്കിൽ ബേസിന് പാരലായി വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? R1 ഉം R2 എന്താവും? ഈക്വൽ ആവും. അത് പോയിന്റ് നമ്പർ 1. R1 ഉം R2 ഈക്വൽ ആവും. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ, ആംഗിൾ ഓഫ് പ്രിസം അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ R1 + R2 ആണ്. ഈ R1 R2 ഈക്വൽ ആയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് 1 ഉം 2 ഉം ഇട്ടുള്ള ആവശ്യമില്ല. R1 എഴുതാ മതി. R1 R2 ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് പിന്നെ 1 ഉം 2 എന്ന് ഇട്ട് കളിക്കണ്ട, R തന്നെ ഇട്ടാ മതി. സോ ആംഗിൾ ഓഫ് പ്രിസം A = 2 times of ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. A = 2R എന്ന് വരും കേട്ടോ. A = 2R. R1 R2 ഈക്വൽ ആവും. R1 R2 ഈക്വൽ ആണെങ്കിൽ R എന്ന് എഴുതിയാൽ മതി. A എന്ന് പറയുമ്പോൾ R1 + R2. സോ A = എന്ത് വരും മക്കളെ? 2R എന്ന് വരും. ആൻഡ് ഈ R1 R2 ഒരു ഈക്വൽ ആയ സ്ഥിതിക്ക് I ഉം E ഉം ഈക്വൽ ആവും. ശ്രദ്ധിച്ചോളൂട്ടോ. I = E. ശ്രദ്ധിച്ചോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും തുല്യമായി വരും. അപ്പൊ മിനിമം ഡീവിയേഷന് കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ദ ബേസ്. 2, R1 = R2 = R. 3, A = 2R. 4, I ഉം E ഉം എന്താവും മക്കളെ? ഈക്വൽ ആവും കേട്ടോ. I ഉം E ഉം ഈക്വൽ ആവും. അങ്ങനെ എത്ര കണ്ടീഷൻസ് ആയി? ഈ കണ്ടീഷൻസ് ഒക്കെ മിനിമം ഡീവിയേഷൻ ആണ്. അങ്ങനെ എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ നമ്മൾ D എഴുതിയ D = I + C - A എന്ന് എഴുതി. D = I + C - A എഴുതിയ സ്ഥിതിക്ക് നമുക്ക് D മിനിമം കേട്ടോ. മിനിമം ഡീവിയേഷൻ = 2I - A. 2I - A എന്തുകൊണ്ടാ? ഇക്ക് പകരം ഞാൻ എന്തിട്ട് കൊടുത്തു മക്കളെ? ഇക്ക് പകരം I എന്നിട്ട് കൊടുത്തു. ഇക്ക് പകരം I ഇട്ട് കൊടുത്തു. അപ്പൊ I + I 2I - A എന്ന് കിട്ടും. That is equal to 2I - 2R. A ക്ക് പകരം 2R എന്ന് ഇട്ട് കൊടുത്തു. That is equal to D minimum = 2 × I - R.
d minimum equal to 2 into I minus r. കിട്ടിയോ? സോ ഒരു പ്രിസം ഉണ്ടാക്കുന്ന മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് മക്കളെ 2 into I minus r. കിട്ടിയോ? യെസ്, 2 into I minus r. അവിടുന്ന് നമുക്കൊരു പ്രിസം ഫോർമുല നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആകെ കൂടി പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആകെ കൂടി പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഒരു പ്രിസം ഫോർമുല എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ഡി മിനിമം ബൈ 2 ബൈ സൈൻ എ ബൈ 2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. ആവശ്യം വരും കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നതല്ല, നമ്മൾ ഈ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ആകെ ഒരേ ഒരു ഇക്വേഷൻ. ഏത് ഇക്വേഷൻ ആണെന്ന് അറിയോ? സൈൻ എ പ്ലസ് ഡി മിനിമം ബൈ 2 ബൈ സൈൻ എ ബൈ 2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്നാണ് കേട്ടോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. എ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം, റിഫ്രാക്റ്റീവ് ആംഗിൾ പ്ലസ് ഡി മിനിമം ബൈ 2 ബൈ സൈൻ എ ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. മക്കളെ അത് നമ്മൾ പ്ലസ് ടു പഠിച്ചു. നിങ്ങൾക്ക് പ്ലസ് ടു ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇത് മാത്രമേ വേണ്ടോ. പക്ഷെ നമുക്ക് എൻട്രൻസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ ഡി ഈക്വൽ ടു ഐ പ്ലസ് സി മൈനസ് എ വേണം. മിനിമം ഡീവിയേഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് വേണം. മിനിമം ഡീവിയേഷൻ എങ്ങനെ ഇക്വേഷൻ വേണം? 2i മൈനസ് എ അല്ലെങ്കിൽ 2i മൈനസ് 2r അല്ലെങ്കിൽ 2 into I മൈനസ് ആർ. അങ്ങനെ പല ഇക്വേഷൻസിലേക്ക് നമുക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചില്ലേ? പ്രിസം ഫോർമുല സൈൻ എ പ്ലസ് ഡി ബൈ ഡി മിനിമം ബൈ 2 ബൈ സൈൻ എ ബൈ 2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നോട്ട് ചെയ്താ? യെസ്. അപ്പൊ അത് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യം കൂടിയാണ്. കുറച്ച് പ്രധാനപ്പെട്ട ഒരു സാധനം പറഞ്ഞുതരാം. യെസ്, ഇതൊരു പ്രിസം ആണെന്ന് വിചാരിക്കാം. ഷോർട്ട് ആംഗിൾഡ് പ്രിസം ആണ്. ശ്രദ്ധിക്കണോ? ഷോർട്ട് ആംഗിൾഡ് പ്രിസം, അതായത് വളരെ ആംഗിള് ചെറിയ ആംഗിൾ ഉള്ള പ്രിസം ആണെന്ന് വിചാരിക്കുക. ഒരു ഷോർട്ട് ആംഗിൾഡ് പ്രിസം ആണെങ്കിൽ മക്കളെ ഡീവിയേഷന്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n മൈനസ് 1 into a. ഡീവിയേഷൻ അടുത്ത ഇക്വേഷൻ. ഡീവിയേഷൻ അടുത്ത ഇക്വേഷൻ കണ്ട എത്ര ഇക്വേഷൻ ആയി നോക്കൂ. I പ്ലസ് ഇ മൈനസ് എ കഴിഞ്ഞു. അതായത് അടുത്ത ഇക്വേഷൻ വന്നു n മൈനസ് 1 into ആംഗിൾ ഓഫ് പ്രിസം. ദാറ്റ് ഈസ് ഡീവിയേഷൻ. ഇതെങ്ങനെ വന്നെന്ന് നമ്മൾ പറഞ്ഞില്ല. ഇതൊക്കെ പ്ലസ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. സോ d ഈക്വൽ ടു n മൈനസ് 1 into a. Where a is the angle of prism, n is a refractive index. അപ്പോൾ വളരെ ചെറിയ ആംഗിൾ ഉള്ള പ്രിസം ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ വളരെ ചെറിയ ആംഗിൾ ഉള്ള പ്രിസം ആണെങ്കിൽ ഡി മിനിമം ഈക്വൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈക്വൽ ടു n മൈനസ് 1 into ആംഗിൾ ഓഫ് പ്രിസം. ഇതാണ് മിനിമം ഡീവിയേഷൻ ഇക്വേഷൻ. മിനിമം ഡീവിയേഷൻ അല്ല, ഡീവിയേഷൻ ഇക്വേഷൻ. ഓക്കെ, ഫോർ ഷോർട്ട് ആംഗിൾഡ് പ്രിസം. എഴുതിയ മക്കളെ? എഴുതി വെച്ചല്ലേ? n മൈനസ് 1 into a. റൈറ്റ്. ഇനി കണ്ടീഷൻ ഫോർ നോ എമർജൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കണ്ടീഷൻ ഫോർ നോ എമർജൻസ്, അതായത് ഒരു പ്രിസത്തിലേക്കുള്ളിലേക്ക് ലൈറ്റ് കയറി കഴിഞ്ഞാൽ അത് ഒരിക്കലും പുറത്തേക്ക് വരാതിരിക്കാനുള്ള കണ്ടീഷൻ കേട്ടോ. അതൊരിക്കലും പുറത്തേക്ക് വരാതിരിക്കാനുള്ള കണ്ടീഷൻ പറയണേ. കണ്ടീഷൻ ഫോർ നോ എമർജൻസ് എന്നാണ് പറയണേ. അതായത് ഒരിക്കലും അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ആംഗിൾ ഓഫ് പ്രിസം ഗ്രേറ്റർ ദാൻ 2 times ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് പ്രിസം ഗ്രേറ്റർ ദാൻ 2 times ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാ, ശ്രദ്ധിച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളോ പറയണുള്ളൂ. So angle of prism is greater than 2 times of critical angle. That is the condition for no emergence. കേട്ടോ. C എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ? C എന്ന് പറയുമ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. C എന്ന് പറയുമ്പോൾ ആരാണ്? ക്രിറ്റിക്കൽ ആംഗിൾ ആണ് C എന്ന് പറയുമ്പോൾ. അതില് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും മക്കളെ. 1 by sin c equal to refractive index. ഒന്ന് ഓർമ്മിച്ച് വെക്കാം. 1 by sin c equal to refractive index എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് C കണ്ടുപിടിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് സി കണ്ടുപിടിക്കാം. ആ സിയുടെ ഡബിളിനേക്കാൾ കൂടുതൽ വേണം ആംഗിൾ ഓഫ് പ്രിസം, എങ്കിൽ നോ എമർജൻസ് ആണ് കേട്ടോ. നോ എമർജൻസ് ആണ്. അപ്പൊ നമ്മൾ സി എപ്പോ കണ്ടാലും നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് പോകണം. കാരണം സി എപ്പോ കണ്ടാലും നമുക്ക് ഈ ഇക്വേഷനിലേക്ക് പോകണം. കാരണം നമുക്ക് ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടാവുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നു കഴിഞ്ഞാൽ അപ്പൊ സി കണ്ടുപിടിച്ചിട്ട് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ഫോർ നോ എമർജൻസി കിട്ടും. ക്ലിയർ ആയോ? കണ്ടീഷൻ ഫോർ നോ എമർജൻസി. ഇനി
മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം ഡീവിയേഷൻ സാധാരണ ചോദിക്കാറില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാക്സിമം ഡീവിയേഷൻ കണ്ടീഷൻ മക്കളെ, മാക്സിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മാക്സിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് മക്കളെ ഡീവിയേഷൻ ഇക്വേഷൻ നമുക്ക് എഴുതാം I പ്ലസ് ഇ മൈനസ് എ. ഡീവിയേഷൻ ഇക്വേഷൻ ഇതാണ് I പ്ലസ് ഇ മൈനസ് എ. അതിൽ എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസം ആണ്, കോൺസ്റ്റന്റ് ആണ്. ഒരു പ്രിസം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ മാറിക്കളിക്കുന്നത് ഞാൻ പറയുന്നില്ല. എ എന്തായി നിൽക്കും മക്കളെ? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആംഗിൾ ഓഫ് പ്രിസം ആണല്ലോ, അത് കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ആയി നിന്നു. ഇനി ഐയും ഇയിലും ആണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്. അതിൽ ഐ ഇ ഇതിൽ ഏതെങ്കിലും ഒന്നിലും മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. ഐ നമുക്ക് ഇഷ്ടത്തിന് മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഇ നമുക്ക് ഇഷ്ടത്തിന് മാറ്റം വരുത്താൻ പറ്റും. രണ്ടും കൂടി നമുക്ക് ഇഷ്ടത്തിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ആംഗിളിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ എത്ര ഉണ്ടാകണം എന്ന് പറയുന്നത് പ്രിസമാണ്. ഒരു ആംഗിളിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ മക്കളെ പുറത്തേക്ക് വരുന്ന ആംഗിൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. നിങ്ങൾ യൂസ് യുവർ കോമൺ സെൻസ്. നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടുന്ന ആംഗിൾ നമുക്ക് മാറ്റാം. ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആംഗിൾ മാറ്റി കളിക്കാം. പുറത്തേക്ക് വരുന്ന ആംഗിൾ എത്രയാണെന്ന് പ്രിസമാണ് പറഞ്ഞു തരുന്നത്. കാരണം പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആംഗിളും ഒക്കെ വെച്ചിട്ട് പ്രിസമാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒന്നിന്റെ ഐക്ക് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഇക്ക് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഐയും ഇയും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐദർ ഐ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇ കൺട്രോൾ ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഡി ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ. അതിൽ എ ആംഗിൾ ഓഫ് പ്രിസം കോൺസ്റ്റന്റ് ആണ്, ആംഗിൾ ഓഫ് പ്രിസം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഐക്കും ഇക്കും മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്ക് മാറ്റം വരുത്തി നോക്കുക. ഇക്ക് മാറ്റം വരുത്തുന്നു. ഞാൻ ഈനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മാറ്റം വരുത്താൻ നോക്കണം മക്കളെ. ഇ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് നമ്മൾ വിചാരിക്കും. കാരണം മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഈയുടെ ആംഗിൾ 90 ആണ്. 90യേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? നമുക്ക് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസോ ആംഗിൾ ഓഫ് എമർജൻസോ ഉണ്ടാക്കാൻ പറ്റില്ല. സോ മാക്സിമം പെർമിസിബിൾ ആംഗിൾ ഫോർ ഇ എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? മാക്സിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് I പ്ലസ് 90 മൈനസ് എ ആണ്. കണ്ടോ? I പ്ലസ് 90 മൈനസ് എ ആണ്. അല്ലെങ്കിൽ ഡി മാക്സ് ഈക്വൽ ടു നമുക്ക് ഇനി I മാക്സിമം ആക്കി കൊടുക്കാം, I 90 ആക്കി കൊടുക്കാം. I 90 ആക്കി കൊടുക്കുമ്പോൾ നോക്കി മക്കളെ 90 പ്ലസ് ഇ മൈനസ് എ. കണ്ടോ? I 90 ആക്കിയപ്പോ ഇക്ക് നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ. ഏതെങ്കിലും ഒരാളെ തൊടാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ I മാക്സിമം ആക്കി കൊടുത്തോ, അല്ലെങ്കിൽ ഇ മാക്സിമം ആക്കി കൊടുത്തോ. I മാക്സിമം ആക്കിയപ്പോൾ 90 പ്ലസ് ഇ മൈനസ് എ, അല്ലെങ്കിൽ ഇ മാക്സിമം ആകുമ്പോൾ I പ്ലസ് 90 മൈനസ് എ. അപ്പൊ അയ്യോ ഇയോ എന്താണെങ്കിൽ 90 ആണെങ്കിൽ അത് മാക്സിമം. ക്ലിയർ ആണോ മക്കളെ? സോ മാക്സിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഒന്നുകിൽ അയ്യോ അല്ലെങ്കിൽ ഇയോ എന്തായി മാറാം? 90 ആയിട്ട് മാറുമ്പോഴാണ് മാക്സിമം ഡീവിയേഷൻ ഉണ്ടാവുന്നത്. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ചോദിക്കാറില്ലേ സാധാരണ? മിനിമം ഡീവിയേഷൻ ആണ് സാധാരണ ചോദിക്കാറ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ? സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെ? അതാണ് ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്. അതായത് ഒരു ലൈറ്റ് എന്ത് ചെയ്യുക? അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ. അപ്പൊ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ലൈറ്റ് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു പോകുന്ന മക്കളെ? സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുള്ള തന്നെയാണ്. എന്താ കണ്ടേ? ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ ഒരു ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുണ്ടാവും അല്ലെ? ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ ആ ലൈറ്റ് പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു പോകും മക്കളെ? സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, വരച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു പോകും മക്കളെ? കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു പോകും മക്കളെ? സ്പ്ലിറ്റ് ചെയ്ത് പോകുമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പഠിച്ചിട്ടുണ്ടാവും അല്ലെ? യെസ്. അപ്പോ അതാണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്? എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അപ്പൊ അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞു വരുമ്പോ എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ ഡീവിയേഷൻ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. ഡീവിയേഷൻ ഇക്വേഷൻ പഠിച്ചു വെച്ചത് n-1 × a. ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് അറിയില്ല എന്നൊന്നും പറയരുത്. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എഴുതിയിട്ടുണ്ടായിരുന്നു. ഡീവിയേഷൻ d = n-1 × a എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ? അതിൽ n എന്ന് പറയുന്നത് എന്താണ്?
എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ നമ്മൾ ഏത് കളറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡില് ലാംഡ കൂടുതൽ റെഡിനാണ്, ലാംഡ കുറവ് വയലറ്റിനാണെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വയലറ്റിനാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിനാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കളറുകൾക്ക് അനുസരിച്ച് മാറുന്നു, അതല്ലേ? അപ്പൊ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റെഡിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡീവിയേഷൻ ഇക്വേഷനിലാണെങ്കിൽ മക്കളെ, ഡീവിയേഷൻ ഇക്വേഷനിലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 × A ആണ്. അപ്പൊ അതിൽ ആദ്യം ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് വയലറ്റിനാണ്, ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് വയലറ്റിനാണ്. സോ ഡീവിയേഷൻ ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡീവിയേഷൻ ഓഫ് റെഡ്. അപ്പൊ ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് ലൈറ്റ് കടത്തിവിട്ടെന്ന് വിചാരിക്കാം. ഒരു പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് കടത്തിവിട്ടെങ്കിൽ ഓരോ കളറുകൾക്കും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയ കാരണം കൊണ്ട് ഓരോ കളറും എഴുതി വെച്ചിട്ട് അവിടെ ഓരോ കളറുകൾക്കും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയ കാരണം കൊണ്ട് ഡീവിയേഷൻ ഓരോ കളറുകൾക്കും വെവ്വേറെ ആയിരിക്കും. വയലറ്റ് ആണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക മക്കളെ, ഡീവിയേഷൻ ചെയ്യുക. ഏറ്റവും മാക്സിമം ഡീവിയേഷൻ ഉണ്ടാകുന്ന കളർ വയലറ്റ് ആണ്. പഠിച്ചു വെച്ചോടാ, വയലറ്റ് ആണ്. ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാകുന്ന കളർ എന്താണ് മക്കളെ, റെഡ് ആണ്. എന്ന് പറയുമ്പോൾ തന്നെ എന്താ അർത്ഥം, ഈ ലൈറ്റുകൾ വ്യത്യസ്ത വഴിയിൽ കൂടെ പോയി തുടങ്ങി നടത്തും. ഏറ്റവും നന്നായിട്ട് വളഞ്ഞു പോവാ, ഡീവിയേഷൻ ഉണ്ടാവുന്ന പറയാ, വ്യതിയാനം സംഭവിക്കുക. ഏറ്റവും നന്നായിട്ട് വ്യതിയാനം സംഭവിക്കുന്നത്, ഡീവിയേഷൻ നടക്കുന്നത് വയലറ്റിനാന്ന് പറയുമ്പോൾ, ഏറ്റവും കുറവ് റെഡിനാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അവരപ്പം തന്നെ രണ്ട് വഴി കൂടെ പോകുന്നത്, അവരപ്പം തന്നെ രണ്ട് വഴി കൂടെ പോണേ. അപ്പൊ റെഡും വയലറ്റും വ്യത്യസ്ത വഴിയിൽ കൂടെ പോയി എന്ന് പറയുമ്പോൾ എന്താർത്ഥം മക്കളെ, അവര് വേർതിരിഞ്ഞു. ആ കളറുകൾ, ഏത് കളറുകൾ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഏത് കളറുകളും എന്ത് ചെയ്തു പോയി, വേർതിരിഞ്ഞു പോയി. ദാറ്റ് ഈസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ നടക്കാനുള്ള കോസ് ഇതാണ് മക്കളെ. Deviation is depending on refractive index of the deviation is depending on the refractive index, and the refractive index is depending on the color. Clear ayo? Clear? Yes. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കണ ആർക്കടാ, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കണ ആർക്കാ, അത് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്ന കളർ ഏതാ? വയലറ്റിനാണ് ഉണ്ടാവുക. സോ നമുക്ക് ഏതാ, ഡീവിയേഷൻ ഓഫ് വയലറ്റ്. മക്കളെ ഡീവിയേഷൻ ഓഫ് വയലറ്റ്, ഡീവിയേഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഡീവിയേഷൻ D equal to refractive index -1 × A. ഇതാണ് ഡീവിയേഷൻ. So what is deviation of violet എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, refractive index of violet -1 × A. That is deviation of violet. Deviation of red എത്രയാ മക്കളെ, refractive index of red -1 × A. കേട്ടോ, refractive index of red -1 × A. That is deviation of red, and this is deviation of violet. ആണല്ലോ. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്ന കളർ ഏതാ, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്ന കളർ വയലറ്റ് ആയ കാരണം കൊണ്ട് ഡീവിയേഷൻ ഓഫ് വയലറ്റ് മൈനസ് ഡീവിയേഷൻ ഓഫ് റെഡ് എന്താണ് അവിടെ, ഡീവിയേഷൻ ഓഫ് വയലറ്റ് ആൻഡ് ഡീവിയേഷൻ ഓഫ് റെഡ്. അതായത് വയലറ്റിന്റെ ഡീവിയേഷനും റെഡിന്റെ ഡീവിയേഷനും നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. വയലറ്റിന്റെ ഡീവിയേഷനും റെഡിന്റെ ഡീവിയേഷനും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് മൈനസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനാണ്, അപ്പൊ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ള കളർ മൈനസ് കുറവ് ഡീവിയേഷൻ ഉള്ള കളറും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡീവിയേഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താ ഡി ബി മൈനസ് ഡി ആർ എന്ന് പറയുമ്പോൾ NB -1 × A NR -1 × A. നമുക്ക് വേണമെങ്കിൽ A കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കളെ, A കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ, NB - NR എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് DB - DR. സോ DB - DR, ശ്രദ്ധിക്കട്ടോ, DB - DR, ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് വയലറ്റ് വിത്ത് റെഡ്. വയലറ്റിന്റെയും റെഡിന്റെയും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഉണ്ടാവുന്ന വ്യത്യാസം. വയലറ്റ് ആ എക്സ്ട്രീമിലുള്ള കളർ, റെഡ് ഈ എക്സ്ട്രീമിലുള്ള കളർ. അപ്പൊ രണ്ട് എക്സ്ട്രീമിലുള്ള കളറുകളുടെ ഡീവിയേഷനുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് DB - DR equal to A into refractive index of violet minus refractive index of red. And this the difference in deviation is known as angular dispersion. എന്താ വിളിക്കുക, ആംഗുലാർ ഡിസ്പേർഷൻ. കേട്ടോ, അപ്പൊ അതിനെന്താ വിളിക്കുക, ആംഗുലാർ ഡിസ്പേർഷൻ വിളിക്കും. സോ വാട്ട് ഈസ് ആംഗുലാർ ഡിസ്പേർഷൻ, DB - DR. നോട്ട് ചെയ്ത് നോക്കണേ, DB - DR is the angular dispersion. നോട്ട് ചെയ്തോ. Yes, DB - DR is the angular dispersion.
ഇപ്പൊ രണ്ട് എക്സ്ട്രീം കളറുകളുടെ ഡീവിയേഷൻ നമ്മൾ വ്യത്യാസം അതൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേട്ടോ ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ദാറ്റ് ഈസ് ആംഗുലാർ ഡിസ്പേർഷൻ. ഇനി വാട്ട് ഈസ് ഡീവിയേഷൻ ഓഫ് യെല്ലോ കളർ? What is deviation of yellow color? മക്കളെ യെല്ലോ കളറിന്റെ ഡീവിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഡീവിയേഷൻ ഓഫ് യെല്ലോ എന്ന് വിളിക്കുന്നത്. അപ്പൊ യെല്ലോ കളറിന്റെ ഡീവിയേഷൻ റിഫ്രാക്റ്റീവ് ഓഫ് യെല്ലോ മൈനസ് 1 ഇൻറ്റു എ എന്ന് പറഞ്ഞതാണ്. ഈ യെല്ലോ എന്ന് പറഞ്ഞ കളറിനെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം യെല്ലോ ആണ് നമ്മളെ മീൻ കളർ കേട്ടോ. മീൻ കളർ നമ്മൾ വിബ്ജിയോറിലെ മീൻ കളർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? യെല്ലോ ആണ്. ഇതിനെ മീൻ കളർ എന്ന് വിളിക്കാനുള്ള കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ കേട്ടോ, ശ്രദ്ധിക്കട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് പ്ലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ബൈ 2 ആണ്. അതായത് രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്ന വയലറ്റിന്റെയും റെഡിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്ലസ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് മക്കളെ? യെല്ലോന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് കാരണം നമുക്ക് യെല്ലോനെ മീൻ കളർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ യെല്ലോ മീൻ കളർ ആണ് എന്ന് പറയാനുള്ള കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ എന്ന് പറയുന്നത് വയലറ്റ് പ്ലസ് റെഡ് ബൈ 2 ആണ്. യെസ്. അപ്പോ നമുക്കിപ്പോ നേരത്തെ കിട്ടിയ ആംഗുലാർ ഡിസ്പേർഷൻ ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഡി വി മൈനസ് ഡി ആർ ആംഗുലാർ ഡിസ്പേർഷനെ നമുക്ക് ഡീവിയേഷൻ ഓഫ് യെല്ലോ വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്താ ചെയ്ത? നേരത്തെ കിട്ടിയ ആംഗുലാർ ഡിസ്പേർഷനെ ഡി വി മൈനസ് ഡി ആർ എന്ന് പറഞ്ഞ ആംഗുലാർ ഡിസ്പേർഷനെ നമ്മൾ യെല്ലോന്റെ ഡീവിയേഷൻ വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് മക്കളെ ആംഗുലാർ ഡിസ്പേർഷൻ ബൈ ഡീവിയേഷൻ ഓഫ് യെല്ലോ. ആ കിട്ടുന്നതാണ് നമുക്ക് ഡിസ്പേഴ്സീവ് പവർ. ആ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഡിസ്പേഴ്സീവ് പവർ, ഒമേഗ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ഒമേഗ? വയലറ്റിന്റെ ഡീവിയേഷൻ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ, അതാണ് ആംഗുലാർ ഡിസ്പേർഷൻ ബൈ യെല്ലോന്റെ ഡീവിയേഷൻ. അപ്പൊ വയലറ്റ് രണ്ട് എക്സ്ട്രീം കളറുകളുടെ ഡീവിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ബൈ എന്ത് ചെയ്യുക? ബൈ യെല്ലോ മീൻ കളറിന്റെ ഡീവിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഡിസ്പേഴ്സീവ് പവർ ഒമേഗ എന്ന് കിട്ടും. അതില് ഒമേഗ ഈക്വൽ ടു നമ്മൾ വീണ്ടും എഴുതുന്നു ഡി വി മൈനസ് ഡി ആർ ബൈ ഡി വൈ എന്ന് എഴുതി കഴിഞ്ഞു. ഈ ഡി വി മൈനസ് ഡി ആർ നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ? ഡി വി മൈനസ് ഡി ആർ എ ഇൻറ്റു എൻ ബി മൈനസ് എൻ ആർ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എ ഇൻറ്റു എൻ ബി മൈനസ് എൻ ആർ ബൈ ഡി വൈ എന്ന് പറയുമ്പോൾ യെല്ലോന്റെ ഡീവിയേഷൻ, അതായത് എ ഇൻറ്റു എൻ വൈ മൈനസ് 1. അപ്പൊ എയും വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പേഴ്സീവ് പവർ ഒമേഗ എന്ന് പറയുന്നത് എൻ ബി മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ വൈ മൈനസ് 1 കേട്ടോ. ഇതാണ് ഡിസ്പേഴ്സീവ് പവർ, എൻ ബി മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ വൈ മൈനസ് 1. എൻ ബി മൈനസ് എൻ ആർ നമ്മൾ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ മക്കളെ? ഒരറ്റത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മറ്റേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി എൻ എന്ന് വിളിക്കാം. ഡി എൻ ഡിഫറൻസിയേഷന്റെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഡി എൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നാണ് അർത്ഥം അല്ലെ? സോ ഡി എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ എൻ ഇ മൈനസ് എൻ ആർ നമുക്ക് ഡി എൻ എന്ന് കൊടുക്കാം. പിന്നെ ഇവന് നമുക്ക് എൻ മൈനസ് 1 എന്ന് കൊടുക്കാം. ഇത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻ കളറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എൻ എന്ന് കൊടുക്കാം -1. സോ ഒമേഗ ഈക്വൽ ടു ഡിഫറൻസിയേഷൻ ഫോർമാറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡി എൻ ബൈ എൻ മൈനസ് 1 ആണ് എന്ത് വരിക? ഡിസ്പേഴ്സീവ് പവർ വരിക. കിട്ടിയോ? കിട്ടിയോ? യെസ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോമ്പിനേഷൻ ഓഫ് പ്രിസം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ട് രീതിയിലാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുക. വിത്തൗട്ട് ഡീവിയേഷൻ, ആദ്യം കണ്ടീഷൻ അതാണ്, വിത്തൗട്ട് ഡീവിയേഷൻ എഴുതി വെച്ചോളൂട്ടോ. ഡീവിയേഷൻ ഇല്ലാതെ രണ്ട് പ്രസങ്ങളെ കമ്പൈൻ ചെയ്യാം. അപ്പോ ഡീവിയേഷൻ ഇല്ലാതെ രണ്ട് പ്രസങ്ങൾ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അവർ ചോദിക്കും, അതോ പരീക്ഷയ്ക്ക് അവർ കോമ്പിനേഷൻ ഓഫ് പ്രസം തരുമ്പോ അവര് കണ്ടീഷൻ തരും ചെയ്യും, എന്താ? ഡീവിയേഷൻ ഇല്ലാതെ കോമ്പിനേഷൻ ചെയ്യാം. അപ്പൊ മക്കളെ നമുക്ക് തുടങ്ങാം. രണ്ട് പ്രസങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. ഇതൊരു പ്രസമാണ്, ഇത് അടുത്ത പ്രസമാണ്.
രണ്ട് പ്രസങ്ങൾ. ഈ രണ്ട് പ്രസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്തുണ്ടാവില്ല മക്കളെ? ഡീവിയേഷൻ ഉണ്ടാവാറില്ല കേട്ടോ. രണ്ട് പ്രസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയാൻ പോണേ കോമ്പിനേഷൻ ഓഫ് പ്രിസം കേട്ടോ. വിത്തൗട്ട് ഡീവിയേഷൻ. പരീക്ഷയ്ക്ക് വിത്തൗട്ട് ഡീവിയേഷൻ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസത്തിന്റെ ആംഗിൾ A1 ആണ്, രണ്ടാമത്തെ പ്രസത്തിന്റെ ആംഗിൾ A2 ആണ്. ആദ്യത്തെ പ്രസത്തിന്റെ ആംഗിൾ ഓഫ് പ്രിസം A1 ആണ്, രണ്ടാമത്തെ ആംഗിൾ ഓഫ് പ്രിസം A2 ആണ്. ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ആദ്യത്തെ N1 ആണ്, രണ്ടാമത്തെ എന്താണ് മക്കളെ? N2 ആണ്. ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ ഇക്വേഷൻ പറ. D1. ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ D1 മക്കളെ. ഡീവിയേഷൻ ഇക്വേഷൻ, ഡീവിയേഷൻ ജനറൽ ഇക്വേഷൻ എന്താ? N-1 into A അല്ലെ? ഡീവിയേഷൻ ജനറൽ ഇക്വേഷൻ ആദ്യം എഴുതാം, N-1 into A. എന്നിട്ട് ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ പറ. ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ N1 minus 1 into A1. അതാണ് ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ. സെക്കൻഡ് പ്രസത്തിന്റെ ഡീവിയേഷൻ എന്താ വരിക മക്കളെ? D2 എന്ന് പറയുന്നത്. D2 എന്ന് പറയുന്നത് N2 minus 1 into A2. ക്ലിയർ ആണോ? സാറ് പറഞ്ഞത് ക്ലിയർ ആണോ? ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താ? N-1 into A. ഡീവിയേഷൻ ഇക്വേഷൻ എന്താ? N-1 into A. ഫസ്റ്റ് പ്രസത്തിന്റെ ഡീവിയേഷൻ എന്താ വരിക? അപ്പൊ N1 minus A1 into A1. സെക്കൻഡ് പ്രസത്തിന്റെ ഡീവിയേഷൻ എന്താ വരിക? N2 minus 1 into A2. ആണോ? ഇനി കണ്ടീഷൻ നമ്മൾ പഠിപ്പിച്ചാൽ നമ്മുടെ ഹെഡിങ് നിങ്ങൾ നോക്കിയേ. കണ്ടീഷൻ വിത്തൗട്ട് പറ. കണ്ടീഷൻ എന്തായിരുന്നു? വിത്തൗട്ട് ഡീവിയേഷൻ. എന്ത് പറഞ്ഞാൽ എന്തുണ്ടാവാൻ പാടില്ല മക്കളെ? ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ കണ്ടീഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിത്തൗട്ട് ഡീവിയേഷൻ ആയിരുന്നു നമ്മുടെ കണ്ടീഷൻ. വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവാൻ പാടില്ല മക്കളെ? ഡീവിയേഷൻ ഉണ്ടാകാൻ പറ. ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? രണ്ട് പ്രസംഗങ്ങളുടെ ഡീവിയേഷന്റെ സംബന്ധം വരണം, 0 വരണം. അത്രേ ഉള്ളോ. ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് പ്രസംഗങ്ങളുടെ സംബന്ധം വരണം മക്കളെ. രണ്ട് പ്രസംഗങ്ങളുടെ ഡീവിയേഷൻ സംബന്ധം വരണം, 0 വരണം. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. N1 minus 1 into A1 plus N2 minus 1 into A2 equal to 0. അപ്പൊ വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. അതിൽ വളരെ സിമ്പിൾ ആണ്. രണ്ട് പ്രസംഗങ്ങളുടെ ഡീവിയേഷന്റെ സംബന്ധം വരണം, നിങ്ങൾ 0 എഴുതണം. അത്ര ഉള്ള വിത്തൗട്ട് ഡീവിയേഷൻ. സോ നമ്മൾ എന്ത് എഴുതുന്നു? N1 minus 1 into A1 plus N2 minus 1 into A2 is equal to 0. So N1 minus 1 into A1 is equal to minus N2 minus 1 into A2. ഈ മൈനസ് സൈൻ എന്താ കാണിക്കുന്നത് അറിയോ? മൈനസ് സൈൻ കാണിക്കുന്നത് ഒരു പ്രസം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മറ്റേ പ്രസം തലകീഴായി നിൽക്കും. അത്രയുള്ള അർത്ഥം. ഇൻവേർട്ട് ചെയ്ത് നിൽക്കും. അതാണ് ഈ മൈനസ് സൈൻ കാണിക്കുന്നത്. വേറെ റോളൊന്നും ഇല്ല. അപ്പൊ N1 minus 1 into A1 equal to N2 minus 1 into A2. ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A1 തരും, N1 തരും, N2 തരും, എന്നിട്ട് A2 കണ്ടുപിടിക്കാൻ ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. രണ്ട് പ്രസങ്ങൾ കോമ്പിനേഷൻ ചെയ്യുന്നു. ഒരു പ്രസത്തിന്റെ ആംഗിൾ ഓഫ് പ്രസം തരും, രണ്ട് പ്രസങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും, വിത്തൗട്ട് ഡീവിയേഷൻ എന്നുള്ള കണ്ടീഷൻ തരും. എന്നിട്ട് അവർ ചോദിക്കും വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രിസം ഓഫ് സെക്കൻഡ് പ്രിസം ചോദിക്കും. അപ്പൊ A2 കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ഇക്വേഷൻ വെറുതെ കൊടുക്കുക, അത്ര വേണ്ടോ കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ് പ്രിസം നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും കേട്ടോ. പ്രീവിയസ് ഇയറിൽ പോയി നോക്കാം. അതാണ് കോമ്പിനേഷൻ ഓഫ് പ്രിസം. എഴുതി വെച്ചോ. യെസ്. ഇനി അടുത്തത് വിത്തൗട്ട് ഡിസ്പേർഷൻ. ഇപ്പൊ ഡീവിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താ? കോമ്പിനേഷൻ ഓഫ് പ്രിസം വിത്തൗട്ട് ഡിസ്പേർഷൻ. കോമ്പിനേഷൻ ഓഫ് പ്രിസം വിത്തൗട്ട് ഡിസ്പേർഷൻ. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണേ. കോമ്പിനേഷൻ ഓഫ് പ്രിസം വിത്തൗട്ട് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഉണ്ടാവാൻ പാടില്ല മക്കളെ. കണ്ടീഷൻ ശ്രദ്ധിക്കട്ട. ഡിസ്പേർഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ രണ്ട് പ്രസങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. രണ്ട് പ്രസങ്ങൾ A1 A2. ആംഗിൾ ഓഫ് പ്രിസം A1 A2. ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ്. വിത്തൗട്ട് ഡിസ്പേർഷൻ ആണ് പറയണേ അല്ലെ? വിത്തൗട്ട് ഡിസ്പേർഷൻ. അപ്പൊ ആ കണ്ടീഷൻ നമുക്ക് തുടങ്ങാം. വിത്തൗട്ട് ഡിസ്പേർഷൻ. ഓക്കെ. എന്താ മക്കളെ ആംഗുലാർ ഡിസ്പേർഷൻ ഇക്വേഷൻ പറഞ്ഞോ? ആംഗുലാർ ഡിസ്പേർഷൻ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആംഗുലാർ ഡിസ്പേർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു NV മൈനസ് NR ആണ്. ഓർമ്മയുണ്ടോ? ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് മക്കളെ ആംഗിൾ ഓഫ് പ്രിസം A ഇൻറ്റു റിഫ്രാക്റ്റീവ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റീവ് ഓഫ് റെഡ്. ഇതാണ് ആംഗുലാർ ഡിസ്പേർഷൻ ഇക്വേഷൻ. അപ്പൊ വിത്തൗട്ട് ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെയും ആംഗുലാർ ഡിസ്പേർഷൻ കണ്ടുപിടിക്കണം. രണ്ട് പ്രിസങ്ങളുടെയും ആംഗുലാർ ഡിസ്പേർഷൻ കണ്ടുപിടിക്കുക.
സമ്മ് ചെയ്യുമ്പോൾ എന്ത് എഴുതാം? സം ചെയ്തിട്ട് നിങ്ങൾ 0 എഴുതാം. കാരണം വിത്തൗട്ട് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ, വിത്തൗട്ട് ഡിസ്പേർഷൻ ആണ്. അപ്പൊ ഞാനത് എഴുതാൻ പോണു. ഫസ്റ്റ് പ്രിസത്തിന്റെ ആംഗുലാർ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പോകും. ആംഗുലാർ ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് പ്രിസം എന്താ വരിക മക്കളെ? A1 into NV1 minus NR1. കണ്ടോ, സിമ്പിൾ ആണ്. A1 into NV1 minus NR1 ഫസ്റ്റ്. ഇനി ആംഗുലാർ ഡിസ്പേർഷൻ ഓഫ് സെക്കൻഡ് പ്രിസം ഈക്വൽ ടു മക്കളെ A2 into NV2 minus NR2. A2 into NV2 minus NR2. ഇതാണ് രണ്ടാമത്തെ പ്രിസത്തിന്റെ ഡീവിയേഷൻ, ആംഗുലാർ ഡീവിയേഷൻ, ആംഗുലാർ ഡിസ്പേർഷൻ. അപ്പൊ A1 into NV1 minus NR1, A2 into NV2 minus NR2. രണ്ടിന്റെ സം എന്ത് വരണം മക്കളെ? രണ്ടിന്റെ സം എത്ര വരണം ഒന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും, യെസ്, രണ്ടിന്റെ സമ്മ. സോ A1 into NV1 minus NR1 plus A2 into NV2 minus NR2 equal to 0 വരണം. അവിടുന്ന് കണ്ടുപിടിച്ചൂടെ? സോ ദിസ് ഈസ് ദ condition for without deviation. This is the condition for without deviation. കേട്ടാ, ഡീവിയേഷൻ ഇല്ലാത്തതിനുള്ള കണ്ടീഷൻ ആണത്. കാരണം രണ്ടുപേരുടെയും സംബന്ധിട്ട് നമ്മൾ 0 എന്ന് എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? യെസ്. അപ്പോ കോമ്പിനേഷൻ ഓഫ് പ്രിസം അത്രേ ഉള്ള കാര്യങ്ങളുള്ളൂ. ഇനി ഒരു ഹിന്റും കൂടിയും സാറ് പറഞ്ഞുതരാം. ഒരു ഹിന്റ് കൂടിയും സാറ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഹിന്റ് കൂടിയും പറഞ്ഞുതരാം. ഹിന്റാണ് കേട്ടോ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്നല്ല പറഞ്ഞ തന്നെ. ഒരു പ്രിസം എടുത്തു, സാധാരണ അങ്ങനെയാണ് ചോദിക്കാറ്. ഒരു പ്രിസം എടുത്തിട്ട് അതിന്റെ ഒരു സർഫസ് സിൽവർ ചെയ്തു. കണ്ട, ഇങ്ങനെ ഒരു ചോദ്യം വരും, പേടിക്കേണ്ട നിങ്ങൾ. സർഫസ് സിൽവർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? അവിടെ മിറർ ഉണ്ടായെന്ന് അർത്ഥമുള്ളൂ. അവിടെ മിറർ ഉണ്ടായി. 5ാം ക്ലാസ്സിലെ പിള്ളേര് പറയും അവിടെ മിറർ ഉണ്ടായി. സോ ഒരു ഭാഗം എന്ത് ചെയ്തു മക്കളെ? മറ്റേ സിൽവർ ചെയ്തു. അപ്പൊ ഒരു ഭാഗം സിൽവർ ചെയ്തു. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഇതിലേക്ക് ലൈറ്റ് കടത്തി വിട്ടു. ഇതിലേക്ക് ലൈറ്റ് കടത്തി വിട്ടു. സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്നിട്ട് ആ ലൈറ്റ് അവിടെ വന്ന് തട്ടും. എവിടെ വന്ന് തട്ടും? ഈ മിററിലെ സർഫസിൽ വന്ന് തട്ടി. അതായത് സിൽവർ ചെയ്തിട്ടുള്ള ആ സർഫസിൽ വന്ന് തട്ടി റീട്രേസസ് ഹിസ് പാത്ത് എന്ന് പറഞ്ഞേക്കണു മക്കളെ. അങ്ങനെ ഒരു വാക്ക് വന്നു, റീട്രേസസ് ഹിസ് പാത്ത്. അതായത് ഈ ലൈറ്റ് അവിടെ പോയി തട്ടി അതേ വഴിയിലൂടെ തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു വാക്ക് കേട്ടോ, റീട്രേസസ് ഹിസ് പാത്ത്. ഈ റീട്രേസസ് ഹിസ് പാത്ത് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, റീട്രേസസ് ഹിസ് പാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴാണ് ഒരു മിററിൽ തട്ടിയാൽ റീട്രേസ് ചെയ്യാം, എപ്പോഴാണ് ഒരു മിററിൽ ഒരു ലൈറ്റ് ഒന്ന് തട്ടിയാൽ അതേപോലെ തിരിച്ചു വരിക? പറഞ്ഞേ, എപ്പോഴാണ് ഒരു മിററിൽ തട്ടിയിട്ട് അതേപോലെ ലൈറ്റ് തിരിച്ചു വരിക? അതാ ഇപ്പൊ ഇങ്ങനെ ഒരു മിററിൽ, ഇതൊരു മിററാണെന്ന് വിചാരിക്കുക, ഈ മിററിൽ ലൈറ്റ് ഇങ്ങനെ വീണ അതേപോലെ തിരിച്ചു വരുവാടാ. ഇങ്ങനെ വീണ ഞാൻ തട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോവാ ചെയ്യാം അല്ലെ? ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ എങ്ങനെ പോവാ ചെയ്യാം? അതേവഴി തിരിച്ചു പോവാണോ ചെയ്യണേ? അല്ല. ഒരു മിററിൽ തട്ടിയിട്ട് ലൈറ്റ് അതേപോലെ തിരിച്ചു പോകണമെങ്കിൽ, എന്ത് വേണം? ഒരു മിററിൽ തട്ടിയിട്ട് ലൈറ്റ് അതേപോലെ തിരിച്ചു പോകണമെങ്കിൽ മക്കളെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു വീണതാണ്. യെസ്, നോർമൽ ആയിട്ട് വന്നു വീണെങ്കിൽ അത് തട്ടി അതേപോലെ തിരിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേക്കേ, റീട്രേസസ് ഹിസ് പാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൂടി പറഞ്ഞുള്ള ഹിന്റ് എന്താ അറിയോ? ഈ മിററിലേക്ക് വന്നു വീണ കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് വന്നു വീഴുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പൊ ഒരു മിറർ ഉണ്ടെങ്കിലാണ് റീട്രേസ് ചെയ്യുള്ളൂ പാത്ത്. ഏട്ടാ, ഒരു മിറർ ഉണ്ടെങ്കിലല്ലേ റീട്രേസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ശ്രദ്ധിച്ചോളൂട്ടോ, മിറർ ഉണ്ടെങ്കിലേ റീട്രേസ് ചെയ്യുള്ളൂ. നിങ്ങൾ അതൊന്നും പിടിക്കണ്ട. അപ്പൊ റീട്രേസസ് ഹിസ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? ആ മിററിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാ വന്നു വീണേ. കഴിഞ്ഞു, ശുഭം. ബാക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ആംഗിൾ ഓഫ് പ്രിസം വന്നിട്ടുണ്ടാവും. ഇവിടെ 90 ആണെങ്കിൽ ഈ ആംഗിൾ നിങ്ങൾക്ക് അറിയാം. ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് ഇത് കിട്ടും. ഈ ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ മൊത്തം ആംഗിൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാ കേട്ടാ. ഇത് നോർമലാണ്. ഈ നോർമലും ഇവനും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. അതിൽ ഈ ആംഗിൾ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ എന്താണോ അവർ ചോദിച്ചത് അതൊക്കെ കണ്ടുപിടിക്കാം കേട്ടോ. ക്ലിയർ ആയോ? കേട്ടോ. അപ്പൊ എനിക്ക് പറഞ്ഞുതരാനുള്ള ആകെ കൂടിയുള്ള ഹിന്റ് ഇവിടെ 90 ഡിഗ്രിയാണ്.
പിന്നെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തരില്ല, കാരണം അതറിയാത്ത ഒരു പരീക്ഷ എഴുതണ്ട, വീട്ടിൽ പോയിരുന്നാൽ മതി കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുക, പഠിപ്പ് നിർത്തിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, കാരണം ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടിയാണ്. ഈ ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാത്തവരും വീട്ടിലിരിക്കുക കേട്ടോ. പിന്നെ സൈൻ ഐ ബൈ സൈൻ ആർ വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ അറിയാത്തവരും വീട്ടിലിരിക്കുക. ഓക്കെ, അങ്ങനെ കുറെ പേര് വീട്ടിലിരിക്കുക. അല്ല, വീട്ടിലിരിക്കുന്നവരുടെ എണ്ണം പെരുകട്ടെ. ഓക്കെ എന്നാ ആ സന്ദീപ, ഓക്കെ എന്നാ വീട്ടിലിരിക്കാന്നാ. യെസ്, കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ പ്രിസത്തിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ വിട്ടുകളയണ്ട, ചെയ്യാം. യെസ്, ഇനി അടുത്തത് നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സാധാരണ കുട്ടികൾ അങ്ങനെ താല്പര്യം കാണിക്കാത്തൊരു ഭാഗമാണ്. എടുക്കണോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? എടുക്കണോ? എടുക്കണ്ടെന്ന് വെച്ചാലോ, സാധാരണ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് നമ്മൾ എന്തായാലും ചെയ്യില്ല, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ എടുത്ത സമയങ്ങളാണ് അല്ലെ? യെസ്, ഓക്കെ. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പെട്ടെന്ന് പറയാം കേട്ടോ, അത് വല്ല ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാതെ കിട്ടട്ടെ. യെസ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതായത് ആദ്യം നമുക്ക് പറയാനുള്ളത് മക്കളെ സിമ്പിൾ. അതിനു മുമ്പ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനും അതേപോലെ ഫാർ പോയിന്റ് അറിയാലോ. ഒരാൾക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിനു മുമ്പ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനും ക്യാപിറ്റൽ ഡി, പിന്നെ ഫാർ പോയിന്റ് എന്നുള്ള സാധനം കൂടി അറിഞ്ഞിരിക്കണം. ഫാർ പോയിന്റ് അറിയാലോ. എന്താ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ, ഒരു ആൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഐ കൊണ്ട്, കണ്ണുകൊണ്ട് ക്ലിയർ ആയി കാണാൻ പറ്റുന്ന ഏറ്റവും അകലെയുള്ള ഡിസ്റ്റൻസ് കേട്ടോ. ഒരാൾക്ക് നോർമൽ ആയിട്ടുള്ള ഐ കൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അകലെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഫാർ പോയിന്റ് എന്ന് വിളിക്കുക. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണ്. അതായത് ഇപ്പൊ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫിനിറ്റി അകലെയുള്ള വസ്തുക്കളുടെ ഇമേജ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ദൂരം കേട്ടോ. ഒരു ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ദൂരമാണ് എന്ത് മക്കളെ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ, ക്യാപിറ്റൽ ഡി. അത് എത്ര സെന്റിമീറ്റർ? 25 സെന്റിമീറ്റർ. എല്ലാവർക്കും അറിയാലോ, ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ കേട്ടോ, ഏറ്റവും അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ദൂരമാണത്. ക്ലിയർ ആയിട്ട് വിത്തൗട്ട് എനി സ്ട്രെയിൻ. അത് കാര്യം നോക്കി വെച്ചോളൂ. അപ്പൊ ഒരു കണ്ണിനെ സംബന്ധിച്ച് ഞാൻ ഈ രണ്ട് കേസുകളും പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ണിനെ സംബന്ധിച്ച് രണ്ട് എക്സ്ട്രീം പോയിന്റുകളാണത്. ഏറ്റവും അടുത്തുള്ള എക്സ്ട്രീം പോയിന്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനും ഏറ്റവും അകലെയുള്ള പോയിന്റ് ഇൻഫിനിറ്റിയും ആണ്. അതാണ് നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ പഠിപ്പിക്കുന്നതിന്റെ ഗുണം. അല്ലാണ്ട് വെറുതെ രണ്ട് ടേംസ് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മുടെ കണ്ണിലിരിക്കുന്ന ലെൻസിനെ സംബന്ധിച്ച് രണ്ട് എക്സ്ട്രീം പോയിന്റുകൾ, അടുത്തും അകലെയുമുള്ള രണ്ട് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ, അടുത്തുള്ള പോയിന്റ് ഡിയു ആണ്, അകലെയുള്ള പോയിന്റ് എന്താണ് മക്കളെ? എന്താണ്? നമ്മുടെ ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. അതറിയില്ലേ? ഇതറിയില്ലേ? യെസ്. അപ്പൊ നമുക്ക് പറയാം സിമ്പിൾ മൈക്രോസ്കോപ്പ് കേട്ടോ. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് പറയാൻ പോകുന്നത്. യെസ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഞാൻ ഓർമ്മിച്ച് വെക്കാനുള്ള 2-3 കാര്യങ്ങളെ പറഞ്ഞല്ലോ മക്കളെ. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു 5 ഇക്വേഷൻസോടുകൂടി നമ്മൾക്ക് എല്ലാം പഠിക്കാം. 5 ഇക്വേഷൻസ്. നിങ്ങളൊന്ന് കൂടെ നിൽക്കണം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സിമ്പിൾ മൈക്രോസ്കോപ്പ് മക്കളെ. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആകെ ഒറ്റ ലെൻസ് ഉണ്ടാവുള്ളൂ അല്ലെ? ഒറ്റ ലെൻസ് ഉണ്ടാവുള്ളൂ. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു കോൺവെക്സ് ലെൻസ് മാത്രം ഉണ്ടാവുന്നതാണ് മക്കളെ എന്ത്? സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് മാത്രം നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ എന്ത് വെച്ചു മക്കളെ? ഇത് ഒപ്റ്റിക് സെന്റർ ആണ്, ഇത് ഫോക്കസ് ആണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ് മക്കളെ? ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിലാണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫോക്കസിനും ഇതിനിടയിലാണ്, ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. യെസ്, ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ആർക്കെങ്കിലും സംശയം പറഞ്ഞോട്ടാ മക്കളെ, ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു. മക്കളെ ഇവിടുന്ന് ലൈറ്റ് പോകുന്നു, ലൈറ്റ് പോയിട്ട് അവിടേക്ക് പോകുമ്പോൾ അകന്ന് പോകുന്നു, അങ്ങനെ ബാക്കിലാണ് ഇമേജ് ഫോം ചെയ്യുക. ഞാൻ ഇമേജ് വരയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതിനെ ഉദ്ദേശിക്കുന്നില്ല. സോ ദിസ് ഈസ് അവർ ഇമേജ്.
എ ഡാഷ് ബി ഡാഷ്, അതാണ് നമ്മുടെ ഇമേജ്. എ ബി ആണ് നമ്മുടെ എന്ത് ഒബ്ജക്റ്റ്. അപ്പൊ ഇമേജിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചു വെക്കണം നല്ലതാ. ഇമേജിന്റെ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് ഇറക്റ്റ് ആണ്, അതായത് നേരെ നിൽക്കണേ, എൻലാർജ്ഡ് ആണ്, വെർച്വൽ ആണ്. ഇതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഇറക്റ്റ്, എൻലാർജ്ഡ് ആൻഡ് വെർച്വൽ, ഇതാണ് ഇമേജിന്റെ പ്രോപ്പർട്ടി. വെറുതെ അറിഞ്ഞിരുന്നേര് ഇമേജ് എന്താണ് സാധനങ്ങളൊക്കെ. യെസ്, ഇതാണ് മക്കളെ യു. ക്ലിയർ ആണല്ലോ? യു. ഓക്കെ, യെസ്. ഇനി സാറ് പറഞ്ഞ ശ്രദ്ധിച്ചറിലോട്ടാ, ഇതൊരൊറ്റ ഇക്വേഷൻ. മാഗ്നിഫൈയിങ് പവർ, അതാണ് നമ്മളോട് ചോദിക്കാറ്. മാഗ്നിഫൈയിങ് പവർ ഈക്വൽസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ. പറയട്ടെ? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവറിന്റെ ഇക്വേഷൻ ഇതാണ്, ഡി ബൈ യു. നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് ഓക്കെയാണ്. ഡി ബൈ യു ഈസ് ദ മാഗ്നിഫൈയിങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഡി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ. യു എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഡി ബൈ യു ആണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ. ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഡി ബൈ യു ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഡി ആണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, യു ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. സോ ഡി ബൈ യു ആണ്. ഇത് പഠിച്ചു വെച്ചില്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഡി ബൈ യു എന്ന് പഠിച്ചു വെച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞുതരും. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് മക്കളെ. 1 by u ഈക്വൽസ് ഇതാണ് ഇക്വേഷൻ. 1 by u ഈക്വൽസ് 1 by f plus 1 by d. 1 by u ഈക്വൽസ് 1 by f plus 1 by d. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ കേട്ടോ. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലായ്പ്പോഴും പഠിച്ചു വെച്ചോളാം. ഇതിൽ ഞാൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ. ഞാൻ സൈൻ കൺവെൻഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതി വെച്ചേ. 1 by u ഈക്വൽ ടു 1 by f plus 1 by d. ഇതാണ് നിങ്ങൾ പഠിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ ഈ ഇക്വേഷൻ ഒരു പ്രത്യേകത, നിങ്ങൾ ഇതൊന്നും ഓർമ്മിച്ച് വെച്ചാൽ 1 by u ഈക്വൽ ടു 1 by f plus 1 by d എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ സിസ്റ്റത്തിലും യൂസ് ചെയ്യണം കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വരും, മറ്റേ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്, അങ്ങനെ എല്ലാത്തിലും വരും. അപ്പോൾ എല്ലാത്തിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ 1 by u എന്ന് പറയുന്നത് 1 by ഫോക്കൽ ലെങ്ത് പ്ലസ് 1 by d. ഇത് എഴുതി വെച്ചോ. രണ്ട് ഇക്വേഷൻ ആയില്ലേ? ഞാൻ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളോട് പഠിക്കാമാണല്ലോ. ഏതൊക്കെ രണ്ട് ഇക്വേഷൻ? ഈ രണ്ടെണ്ണം. ഒന്ന് മാഗ്നിഫൈയിങ് പവറിന്റെ ഇക്വേഷൻ ഡി ബൈ യു. രണ്ട് എന്താ ഇക്വേഷൻ മക്കളെ? 1 by u ഈക്വൽ ടു 1 by f plus 1 by d. പഠിച്ചു വെച്ചോ? അതിൽ 1 by u എന്നുള്ള ഇക്വേഷൻ പഠിക്കോ? ഇതൊന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി രണ്ട് രീതിയിലാണ് ഇമേജ് ഫോം ചെയ്യുക. ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. രണ്ട് രീതിയിലാണ് നമ്മളോട് ചോദിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു കണ്ണിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അല്ലെ? അപ്പൊ കണ്ണിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു എക്സ്ട്രീം പോയിന്റ് ഇൻഫിനിറ്റി ആണ്, ഒരു എക്സ്ട്രീം പോയിന്റ് ഡി ആണ്. അല്ലടാ? അല്ലേ? യെസ്, ഒരു എക്സ്ട്രീം പോയിന്റ് ഇൻഫിനിറ്റി ആണ്, ഒരു എക്സ്ട്രീം പോയിന്റ് ഡി ആണ്. മക്കളെ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ചെറിയൊരു സാധനം ഉണ്ട്. ഒരു ചെറിയ യെസ്, ഇത് ഡി അല്ല, അതൊന്ന് മാറ്റണേ. ഇത് വി ആണ് കേട്ടോ, അതൊന്ന് മാറ്റണേ കേട്ടോ. ഞാൻ വി ആണ് ഉദ്ദേശിച്ചത്, ഡി ആയിട്ട് പോയതാണ്. യെസ്, അപ്പൊ 1 by u = 1 by v plus 1 by v എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഒന്ന് മാറ്റണേ. ഈ വി സാധാരണ ഡി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അത് കാരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞതാണ്. യെസ്, അപ്പോൾ നിങ്ങൾ എന്താ 1 by u = 1 by f plus 1 by v വിത്ത് സൈൻ കൺവെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് 1 by v ആണെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. യെസ്, ഇനി വാ നമുക്ക് നോക്കാം. ഇമേജ് എവിടെ ഫോം ചെയ്യണേ? ഇൻഫിനിറ്റിയിൽ. മക്കളെ, ഇൻഫിനിറ്റി ഫോം ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കണേ. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കണം. യെസ്, ഫോക്കസിലായിരിക്കും. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പറഞ്ഞേ. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ
ഇമേജ് ഇൻ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ ഒബ്ജക്ട് ഫോക്കസിലാണ്. സോ വാട്ട് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്? പറ. യെസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മക്കളെ ഫോക്കൽ ലെങ്ത് ആണ്. കഴിഞ്ഞില്ലേ? ഇതെല്ലാം ഇപ്പോൾ യൂസ് ചെയ്യട്ടാ. ഇമേജ് ഇൻഫിനിറ്റി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പഠിച്ച ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് ഫോക്കൽ ലെങ്ത് കേട്ടോ. അപ്പൊ ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒബ്ജക്ട് ഫോക്കൽ ലെങ്ത് ആണ്. മക്കളെ മാഗ്നിഫൈ പവറിന്റെ ഇക്വേഷൻ എഴുതിടാ നമ്മള് സിമ്പിൾ മൈക്രോസ്കോപ്പില് ഡി ബൈ യു എന്നല്ലേ എഴുതും. ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതായിരുന്നു ഡി ബൈ യു എന്നാണ് പഠിക്കാൻ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ എഫ്. കണ്ടാ, യു ഈക്വൽ എത്രയായി പോയി? യു ഈക്വൽ എത്രയായി പോയി? എഫ് ആയി പോയി. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു ഡി ബൈ എഫ്. ക്ലിയർ ആയോ? മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു ഡി ബൈ എഫ്. ഏത് എവിടെ ഫോം ചെയ്യുമ്പോ? എവിടെ ഫോം ചെയ്യുമ്പോ? എവിടെ ഫോം ചെയ്യുമ്പോ? ഇൻഫിനിറ്റി. യെസ്, ഇൻഫിനിറ്റി ഫോം ചെയ്യുമ്പോൾ ഡി ബൈ എഫ് ആണ്. പഠിക്കേണ്ട ഇക്വേഷൻ ഡി ബൈ യു എന്നാ. ബൈ ഹാർട്ട് ഈ എല്ലാ കേസുകളും നമ്മളെ കൊണ്ട് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ ഒരു കേസ് നമ്മളെ കൊണ്ട് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഫോർമാറ്റ് ഡി ബൈ യു എന്നാണ്. ഡി ബൈ യു. ഞാൻ അതാ പഠിപ്പിച്ചത് നിങ്ങളെ. ഡി ബൈ യു എന്നാ പഠിപ്പിച്ചത്. അപ്പോ ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്. അപ്പൊ ഡി ബൈ എഫ്. കണ്ടോ, അങ്ങനെ മനസ്സിലാക്കി എഴുതാം. ഇനി ഇമേജ് എവിടെ ഫോം ചെയ്യാം? രണ്ടാമത്തെ പോയിന്റ് അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇമേജ് ഫോംഡ് അറ്റ് ഡി. ഇനി എവിടെ ഫോം ചെയ്യാം? ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ട് എക്സ്ട്രീമുകളാണ് പറഞ്ഞത്. ഒരു എക്സ്ട്രീം ഇൻഫിനിറ്റി ആണ്, ഒരു എക്സ്ട്രീം എന്താണ്? ഡി ആണ്. കണ്ണിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രീം അകലെ ഏറ്റവും അകലെയുള്ള പോയിന്റ് ഒരു എക്സ്ട്രീം ഡി ആണ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു. ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു പറയണോ? ഡിയിൽ ഫോം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമേജ് ഫോം അറ്റ് ഡി. മക്കളെ നോക്കൂട്ടോ, മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ എനിക്ക് പുതുതായിട്ടൊന്നും പറഞ്ഞുതരില്ല. മാഗ്നിഫൈങ് പവർ ഈക്വൽ ഡി ബൈ യു തന്നെ. മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ എനിക്ക് പുതുതായിട്ട് ഒന്നും പറഞ്ഞുതരില്ല. എത്ര തന്നെയാണ്? ഡി ബൈ യു തന്നെയാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ അതിൽ യുവിന്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇമേജ് എവിടെ ഫോം ചെയ്യണേ? ഇമേജ് എവിടെ ഫോം ചെയ്യണേ? ഡിയിലാണ് ഫോം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/b. ഇങ്ങനെ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 1/u ഈക്വൽ 1/f പ്ലസ് 1/d. സോ 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/. മക്കളെ ഇമേജ് എവിടെ ഫോം ചെയ്യണേ? ഡിയിലാണ് ഫോം ചെയ്യണേ. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഡി. സോ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. കേട്ടോ, ഇമേജ് ഡിയിലാണ് ഫോം ചെയ്യുന്നത്. സോ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ ഡി എന്ന് കൊടുത്തു. വേറെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. വിക്ക് പകരം എന്ത് കൊടുത്തു മക്കളെ? ഡി എന്ന് കൊടുത്തു. സോ 1/u ഈക്വൽസ് മക്കളെ എന്ത് വരും? 1/u ഈക്വൽസ് ഇത് എൽസി എടുത്ത് ചെയ്യുമ്പോൾ എഫ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഡി. 1/u ഈക്വൽസ് എഫ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഡി. ക്ലിയർ അല്ലേ? സോ മാഗ്നിഫൈങ് പവർ എം ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ യു. അടിയിലാണ് യു, അപ്പൊ ഡി ഡിവൈഡ് ബൈ യു. മക്കളെ 1/u ആണത്. അപ്പോ യുക്ക് വരെ നമുക്ക് ഡി ഡിവൈഡ് ബൈ എന്ത് കൊടുക്കാം മക്കളെ? ഡി ഇൻറ്റു എഫ് പ്ലസ് ഡി ബൈ എഫ് ഇൻറ്റു ഡി. മക്കളെ ഡിയും ഡിയും വെട്ടി കളഞ്ഞാൽ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു എഫ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എഫ് എന്തായാലും വരിക? എഫ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എഫ് ബൈ എഫ് 1 വരും. 1 പ്ലസ് ഡി ബൈ എഫ് എന്ന് വരും. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ എഫ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പറയണമെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇട്ടാ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്നും വരെയൊക്കെ പഠിക്കണം എന്നല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ ഡി ബൈ യു എന്ന് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഡി ബൈ യു എന്ന് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ ഡി ബൈ യു. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? രണ്ടാമത്തെ ഇക്വേഷൻ 1/u ഈക്വൽ ടു 1/v പ്ലസ് 1/f എന്നാണ്. അതും പഠിക്കുക. ഇനി ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യുക? ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ യു ഈക്വൽ ടു എഫ് വരും. അപ്പോ എന്ത് വരും മക്കളെ? ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ ഡി ബൈ എഫ് വരും കേട്ടോ. ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ യു ഈക്വൽ ടു എഫ് കൊടുത്തു. അപ്പൊ ഡി ബൈ യു, യുക്ക് വരെ എഫ് എന്ന് കൊടുത്തു, ഡി ബൈ എഫ് എന്ന് വരും. ഇമേജ് അറ്റ് ഡിയിൽ ഫോം ചെയ്യുമ്പോൾ 1 പ്ലസ് ഡി ബൈ എഫ് വരും. എവിടെയാ കൂടുതൽ ഒന്ന് പറഞ്ഞേ? എവിടെയാണ് മാഗ്നിഫൈങ് പവർ കൂടുതൽ? ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ, ഡിയിൽ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ? എവിടെയാ മാഗ്നിഫൈങ് പവർ കൂടുതൽ? മക്കളെ ഇൻഫിനിറ്റി ഉണ്ടായപ്പോ എത്രയായിരുന്നുടാ? ഇൻഫിനിറ്റിയിലായപ്പോ വെറും ഡി ബൈ എഫ് എന്നായിരുന്നു. ശ്രദ്ധിക്കട്ടാ, ഇൻഫിനിറ്റിയിൽ വെറും ഡി ബൈ എഫ് ആയിരുന്നു. ഇവിടെ എത്രയാണെന്നാണ്? 1 പ്ലസ് ഡി ബൈ എഫ് എന്നോ ഒന്ന് കൂടുതലാ. അപ്പൊ എവിടെ കൂടുതൽ? ഡിയിൽ ഉണ്ടാവുമ്പോഴാണ്. യെസ്, എറ്റ് ഡി മാഗ്നിഫൈങ് പവർ ഇസ് ഗ്രേറ്റർ. മക്കളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങള് വിശ്വസിക്കില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എയിംസിനാ ചോദിച്ചത്. ഞാൻ പറഞ്ഞുതരാം. മാഗ്നിഫൈങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് അറ്റ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 5. Magnifying power of a simple microscope at infinity equal to 5. What is the magnifying power at D?
അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചോദ്യമുള്ള നാടാണ് കേട്ടാ. 5ന്റെ കൂടെ 1 കൂട്ടുക 6 എന്ന് എഴുതാനാണ് ചോദ്യം വന്നേ കേട്ടാ. അതാണ് അത്രയുള്ള പരിപാടി. അപ്പോ 2 ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. 2 ഇക്വേഷൻസ്. 1 d by u. 2 u കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. u ഈക്വൽ ടു 1 by u ഈക്വൽ ടു 1 by f plus 1 by v ആണ് കേട്ടാ. അത് ഇമേജ് ഇൻഫിനിറ്റിയിലാണ് u ഈക്വൽ ടു f ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എത്ര ലെൻസ് ഉണ്ടാവുള്ളൂ മക്കളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ? 2 ലെൻസ് ഉണ്ടാവും. ഞാൻ അതിന്റെ റേ ഡയഗ്രം ഒന്ന് വരച്ച് നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഞാൻ കാര്യമായിട്ട് ഉദ്ദേശിക്കില്ല. എന്നാലും റഫായിട്ട് വെറുതെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് വരയ്ക്കാം. ഇത് ഫസ്റ്റ് ലെൻസ്, രണ്ടാമത്തെ ലെൻസ്, ഒബ്ജക്ട്. ശ്രദ്ധിക്കട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പടം വരയ്ക്കുന്നതല്ലോ, ഞാൻ റേ ഡയഗ്രം ഒന്നും കാര്യമായിട്ടൊന്നും വരയ്ക്കുന്നില്ല. ഇത് ഒബ്ജക്ട്, ഇത് ഒബ്ജക്ട്. ഈ ലെൻസിന് പറയുന്ന പേര് ഒബ്ജക്റ്റീവ് എന്നാണ്. എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് എന്ന് പേര് വിളിക്കണേ? അത് ഒബ്ജക്റ്റിനോട് അടുത്താണ്. സോ ദിസ് ഈസ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്, UO. ഒബ്ജക്റ്റീവിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള ഒബ്ജക്ട്. AB എന്ന് പറഞ്ഞ ഒബ്ജക്ട് മക്കളെ. AB എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള ദൂരമാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. O for ഒബ്ജക്റ്റീവ്, UO. മക്കളെ ഇവിടെ എന്തുണ്ടാക്കണോ? ഇവിടെ അവൻ എന്തുണ്ടാക്കും? ഒരു ഇമേജ് ഫോം ചെയ്യും മക്കളെ. A', B' എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഫോം ചെയ്തോടെ ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ഒന്ന് കോമൺ സെൻസ് ആണ് കേട്ടോ. ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഇത് ഇവിടെയാണ് ഇമേജ് ഉണ്ടായത്, ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഈ ഇമേജിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇമേജ് റിയൽ ആണ് അല്ലെ? ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് നമുക്കറിയാം, റിയൽ, ഇൻവെർട്ടഡ് ആൻഡ് ലാർജ്. ഓക്കെ, ഇവന്റെ പ്രത്യേകത ചിലപ്പോൾ ചോദിക്കേണ്ട പരീക്ഷയ്ക്ക്. ഇവന്റെ പ്രത്യേകത നടുക്കിലുണ്ടാവുന്ന ഈ ഇമേജിന്റെ പ്രത്യേകത ചോദിക്കാറുണ്ട്. എൻലാർജഡ് ആണ്, ഇൻവെർട്ടഡ് ആണ്, റിയൽ ആണ്. യെസ്, അങ്ങനെ ഉണ്ടായി. ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ്, VO. ഈ ഒബ്ജക്റ്റീവിന് എന്തായിട്ട് ആക്റ്റീവ്? ഇതാണ് ഐ പീസ്, നമ്മുടെ രണ്ടാമത്തെ ലെൻസ്. ഈ ഒബ്ജക്റ്റീവിന് എന്തായിട്ട് ആക്റ്റീവ്? പറ, അത് നിങ്ങൾ പറ, അത് നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. ഈ ഇമേജിന് എന്തായിട്ട് ആക്റ്റീവ്? ഈ ഇമേജ് A', B' എന്ന് പറഞ്ഞ ഇമേജ് ഇവൻ എന്തായിട്ട് ആക്റ്റീവ്? ഐ പീസിന് എന്തായിട്ട് ആക്റ്റീവ്? യെസ്, 2 പേരെ പറഞ്ഞത്. യെസ്, 3 ഒബ്ജക്റ്റ് ആയിട്ട് ആക്റ്റീവ് മക്കളെ. ഇവൻ ഉണ്ടാക്കുന്ന ഇമേജ് ആണിത്. ഇത് ഇവൻ ഒബ്ജക്റ്റ് ആയിട്ട് ആക്റ്റീവ്. സോ ദിസ് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ്, UE. തെറ്റിക്കല്ലേ? നിങ്ങൾ തെറ്റിക്കൂട്ടോ. തെറ്റിക്കുന്ന കാരണം കൊണ്ടാണ് സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ദിസ് ഈസ് UE. കിട്ടിയോ? അപ്പൊ ഇത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. നിങ്ങൾ ഈ ഡിസ്റ്റൻസിൽ ഒന്ന് പഠിച്ചു വെച്ചോളൂട്ടോ. ദിസ് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, UO. ഒബ്ജക്റ്റീവിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് UO. ഇത് ഇമേജ് ഉണ്ടായി. ദിസ് ഈസ് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്, VO. This image will act as an object for eyepiece. So this is object distance eyepiece. Final image ഇവിടെ ഫോം ചെയ്യും. A', B'. Final image. അതിനൊന്നും വലിയ റോൾ ഇല്ല. ആ ഒരു നോട്ടാണ്. റൈറ്റ്, ക്ലിയർ അല്ലോ? വര ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസിലൊക്കെ ക്ലിയർ അല്ലേ? UO, VO, UE. ഇനി സാറ് മാഗ്നിഫൈങ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞ ശ്രദ്ധിച്ചോട്ടോ മക്കളെ. 2 ലെൻസ് വരുമ്പോൾ ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെൻസുകളുടെയും മാഗ്നിഫിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. M1 × M2. 2 ലെൻസുകൾ വരുമ്പോൾ ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ 2ന്റെയും ഇൻറ്റു ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് സാധനം. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഫക്റ്റീവ് മാഗ്നിഫൈങ് എന്ന് പറഞ്ഞാൽ മക്കളെ 2 പേരുടെയും മാഗ്നിഫൈങ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കിട്ടി. അതാണ് ഓർമ്മിച്ച് വെക്കുന്ന ഒരു ഇക്വേഷൻ. വലിയ ബുദ്ധിമുട്ടില്ല. M1 × M2. അതിൽ M2 എന്ന് പറയുന്നത് ഇവനാണ്, ഐ പീസ് ആണ്. ശ്രദ്ധിച്ചോ കേട്ടോ, സാർ പറഞ്ഞ ശ്രദ്ധിച്ചോളൂ. M2 എന്ന് പറഞ്ഞ ഐ പീസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഈ ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ്. പരിപാടി കഴിഞ്ഞു. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇതൊക്കെ മനസ്സിൽ വെക്കുന്നവന് ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഐ പീസ് എന്തുപോലെ ആക്റ്റീവ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു M1 × D/U. പരിപാടി കഴിഞ്ഞു. M1 × D/U. അവന്റെ പരിപാടി കഴിഞ്ഞു. കാരണം M2 ഐ പീസ് എന്തുപോലെ ആക്റ്റീവ് എന്ന് പറഞ്ഞേ? സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ് കേട്ടോ.
അപ്പൊ ഐപീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആക്ട് ചെയ്യും. മക്കളെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ നമ്മൾ എഴുതുക d/u. കണ്ടോ, അങ്ങനെയാണ് ഓർമ്മിച്ച് പഠിക്കേണ്ടത്, അല്ലാണ്ട് കുറെ ബൈഹാർട്ട് പഠിക്കലല്ല പരിപാടി. d/u. ഇനി M1 ഫസ്റ്റ് ലെൻസിന്റെ മാഗ്നിഫൈങ് പവർ, മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ച പ്രകാരം എന്ത് ചെയ്യുക, v/u. ലെൻസിൽ പഠിച്ചിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ പ്രകാരം v/u അത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ലെൻസിന് നമ്മൾ v/u ഫോർമാറ്റിൽ എഴുതി. ഫസ്റ്റ് ലെൻസിന് നമ്മൾ എന്ത് ചെയ്തു മക്കളെ, v/u ഫോർമാറ്റിൽ എഴുതി. സെക്കൻഡ് എന്തേ ക്ലാസ് എടുക്കുക. ഫസ്റ്റ് ലെൻസിന് നമ്മൾ ഏത് ഫോർമാറ്റിൽ എഴുതി, v/u ഫോർമാറ്റിൽ എഴുതി. രണ്ടാമത്തെ ലെൻസ് മാത്രം സിമ്പിൾ മൈക്രോസ്കോപ്പ് ഫോർമാറ്റിൽ d/u. തെറ്റുണ്ടോ മക്കളെ? ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുണ്ടോ? ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക? ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ഇൻറ്റു ആണ്, അങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ടു ബി ഫ്രാങ്ക് അങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇഫക്റ്റീവിന് രണ്ടുപേരുടെയും ഇൻറ്റു ആണ്. അതിൽ രണ്ടാമൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് d/u. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പഠിപ്പിച്ച സിമ്പിൾ മൈക്രോസ്കോപ്പ് d/u. ഫസ്റ്റ് വൺ v/u എന്ന് പറഞ്ഞ സാധാ മാഗ്നിഫിക്കേഷൻ ഫോർമാറ്റിൽ എഴുതാം. ഇതിൽ ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് VO/UO എന്ന് എഴുതണം. ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ, VO/UO. സെക്കൻഡ് ലെൻസ് ഐപീസ് ആണ്, അപ്പൊ UE എന്ന് എഴുതണം. So magnifying power equal to മക്കളെ magnifying power equal to VO/UO into D/UE. പരിപാടി ഗതം. VO/UO into D/UE. ഇവിടെ ഒരു മൈനസ് വരും. എന്തുകൊണ്ടാണ് മൈനസ് അറിയോ? ഇൻവേർട്ടഡ് എന്ന് കാണിക്കാൻ. ഇനിയിപ്പോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ ഇട്ടാലും കുഴപ്പമില്ല, മൈനസ് എന്നിട്ടോ സോ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് കാണിക്കാൻ. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു -VO/UO into D/UE. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ പണ്ട് പറഞ്ഞ അതേ സാധനം ഞാൻ ഇവിടെ എഴുതി വെക്കണോണ്ടാ. ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യാടാ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ഫോം ചെയ്യാം. അല്ലെ? ഇമേജ് ഇൻഫിനിറ്റി ഫോം ചെയ്യുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് UE എന്ത് വരും? സിമ്പിൾ മൈക്രോസ്കോപ്പിലെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് UE എന്ത് വരും? പറഞ്ഞേ. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് UE എന്ത് വരൂടാ? UE എന്ന് പറയുന്നത് FE വരും. FE ട്ടാ, ഈ എഴുതണം, നടക്കണ ഐപീസ് എഴുതണം. UE ഈക്വൽ ടു FE. അപ്പൊ മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ വരും മക്കളെ -VO/UO into D/FE. വാട്ട് എ സിമ്പിൾ ഇക്വേഷൻ. -VO/UO into D/FE. ഇത് ഓട്ടാ, D/FE സിമ്പിൾ അല്ലേ? ഇനി ഇമേജ് ഡീലാണെങ്കിലോ? എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് മക്കളെ. ഇമേജ് ഡീലാണെങ്കിൽ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു -VO/UO into 1 + D/FE. നമ്മൾ നേരത്തെ പറഞ്ഞത് 1 + D/FE. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട കേട്ടോ? ഇല്ല. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കൂടെ ഇൻറ്റു VO/UO അത്ര ഉള്ളോ? സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കൂടെ ഇൻറ്റു VO/UO ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പായി. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ടുള്ള ഇക്വേഷൻ D/FE അല്ലെങ്കിൽ 1 + D/FE, രണ്ട് ഇക്വേഷൻസ്, രണ്ട് കണ്ടീഷൻസിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു VO/UO ചെയ്യാൻ മതി. അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സിമ്പിൾ അല്ലേ? യെസ്. ഇനി ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് മക്കളെ. ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലം, അതാണ് ലെങ്ത് ഓഫ് ട്യൂബ്. സാർ ഇവിടെ എഴുതുന്നുണ്ട് ലെങ്ത് ഓഫ് ട്യൂബ്, മുകളിലാണ് എഴുതണേ, ശ്രദ്ധിച്ചോളൂ. സോ ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലം. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഈ ലെൻസും ഒബ്ജക്റ്റീവും ഐപീസും തമ്മിലുള്ള അകലം എത്രയാണ് മക്കളെ? ഇതേ പ്ലസ് ഇത്. ഏതാ? ഇവനും നമ്മൾ അകലം മക്കളെ. ഇവിടെ വരെ VO, ഇവിടെ നിങ്ങളുടെ UE. അപ്പൊ ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താ വരും മക്കളെ? VO + UE. ശരിയാണോ? VO + UE ലെങ്ത് ഓഫ് ട്യൂബ്. അത് ശരിയാണോ? അപ്പോ ലെങ്ത് ഓഫ് ട്യൂബിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി. എത്ര കിട്ടിയേ? VO + UE. ഇനി അവിടെ ഇമേജ്
ഇൻഫിനിറ്റിയിലാണെങ്കിൽ പറ. ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? പറഞ്ഞോ. ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു ഇ എത്രയായിരിക്കും മക്കളെ? ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു ഇ എത്രയായിരിക്കും? ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു ഇ എത്രയായിരിക്കും? എഫ് ഇ ആയിരിക്കും. സോ വാട്ട് ഈസ് ലെങ്ത് ഓഫ് ട്യൂബ്? Length of tube is equal to VO plus FE. VO plus FE. സിമ്പിൾ ആണ്. ഫിസിക്സ് നിങ്ങൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. ഇനി ഇമേജ് അറ്റ് ഡിയിലാണെങ്കിലോ മക്കളെ? ഇമേജ് അറ്റ് ഡിയിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമേജ് അറ്റ് ഡിയിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/v. ഓർമ്മയുണ്ടോ? 1/u ഈക്വൽ ടു 1/v പ്ലസ് 1/f. അല്ല 1/v. ഇത് ഞാൻ നിങ്ങളുടെ എല്ലായ്പ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞു. സോ 1/u ഈക്വൽ ടു 1/f പ്ലസ് ഡിയിലാണെങ്കിൽ 1/d വരിക. ഇമേജ് അറ്റ് ഡിയിലാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്ത് വരും മക്കളെ? d വരും. സോ 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/d. സോ 1/u ഈക്വൽസ് f പ്ലസ് d ബൈ f ഇൻറ്റു d. u ഈക്വൽസ് f ഇൻറ്റു d ബൈ f പ്ലസ് d. അല്ലെ? u ഈക്വൽസ് f ഇൻറ്റു d ബൈ f പ്ലസ് d. അതുകൊണ്ട് കൊടുക്കാം. സോ ലെങ്ത് ഓഫ് ട്യൂബ് എന്ത് വരും മക്കളെ? ലെങ്ത് ഓഫ് ട്യൂബ് ഈക്വൽ ടു VO പ്ലസ് യു ഇക്ക് പകരം എന്ത് കൊടുക്കാം മക്കളെ? FE ഇൻറ്റു d ബൈ FE പ്ലസ് d. കേട്ടോ? ഇത് മറക്കരുതിട്ടാ. ഇത് മറന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടാ. 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/v. v d എന്ന് കൊടുക്കാം കേട്ടോ. v d എന്ന് കൊടുക്കാം. സോ 1/u ഈക്വൽ ടു 1/f പ്ലസ് 1/d. ദാറ്റ് ഈസ് FE പ്ലസ് d ബൈ f ഇൻറ്റു d. 1/u. u ഈക്വൽ ടു, അല്ലെങ്കിൽ u എന്ന് നിങ്ങൾ പഠിച്ചു വെക്കേ, u ഈക്വൽ ടു f ഇൻറ്റു d ബൈ f പ്ലസ് d. അതാണ് u. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ മക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ബുദ്ധിമുട്ടാണോ? അല്ല. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഇക്വേഷന് മുമ്പിൽ ഒരു VO ബൈ UO കൊടുത്തു കഴിഞ്ഞാൽ VO ബൈ UO ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫൈങ് പവർ കിട്ടും കോമ്പൗണ്ടിന്റെ. അത്രയും സിമ്പിളാടാ. ഇനി ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? VO പ്ലസ് UE. ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലം VO പ്ലസ് UE. അതിൽ UEക്ക് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. UEക്ക് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ഒന്ന് ഇൻഫിനിറ്റി വരുമ്പോൾ UE എന്ന് പറയുന്നത് FE ആയിരിക്കും. ഇൻഫിനിറ്റിയിലാവുമ്പോ, ഇമേജ് ഇൻഫിനിറ്റിയിലാവുമ്പോൾ UE എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? FE ആയിരിക്കും. രണ്ട് ഇമേജ് ഡിയിലാവുമ്പോൾ UE എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? FE ഇൻറ്റു d ബൈ FE പ്ലസ് d. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ പഠിച്ചു വെച്ച ഒരാളെ സംബന്ധിച്ച്, ഓർമ്മിച്ചു വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ബൈഹാർട്ട് പഠിക്കണ്ട. യെസ്. അടുത്ത് നമുക്ക് നോക്കാം ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. അടുത്ത് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് കേട്ടോ മക്കളെ. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ആൻഡ് ഐപീസ്. ഒബ്ജക്റ്റീവ്, ഐപീസ്. ഈ ടെലസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? നമ്മൾ സാധാരണ ടെലസ്കോപ്പ് അകലെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒബ്ജക്റ്റുകൾ വരുന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്താ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാട്ടോ. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആയിരിക്കും എന്ന് അറിയാം. അത് എവിടെ ഫോക്കസ് ചെയ്യുന്ന അറിയാം. ഒന്ന് പറഞ്ഞേ, ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ്. കാരണം ടെലസ്കോപ്പ് ആണ്. നിങ്ങൾ ആദ്യം ഇത് കേൾക്കൂ. ടെലസ്കോപ്പ് ആണ്. ഈ ടെലസ്കോപ്പ് ആവുമ്പോ ഒബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്ലാനറ്റുകളും സ്റ്റാറുകളും ഒക്കെ ആയിരിക്കും. അപ്പൊ പ്ലാനറ്റും സ്റ്റാറും എന്നൊക്കെ പറയുമ്പോൾ വളരെ അകലെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആയിരിക്കും. കാരണം ബിക്കോസ് ദ ഒബ്ജക്ട് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ബിക്കോസ് സ്റ്റാറും പ്ലാനറ്റും ആണ് ഒബ്ജക്ട്. അപ്പൊ സ്റ്റാറും പ്ലാനറ്റും ഒബ്ജക്ട് ആയതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആയിരിക്കും. മക്കളെ അവരെ എവിടെ നിന്ന് കമ്പൈൻ ചെയ്യണം? അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും, A', B'. മക്കളെ ഈ ഇമേജ് എവിടെയാ ഫോം ചെയ്യാൻ അറിയോ? അതൊന്ന് പറഞ്ഞേ. യെസ്, ഫോക്കസിലാണ് ഫോം ചെയ്യുക. ദാറ്റ് ഈസ് കോമൺ സെൻസ്. ദാറ്റ് ഈസ് കോമൺ സെൻസ്. ഇമേജ് ഫോക്കസിലാണ് ഉണ്ടാവുക. ഒബ്ജക്ട് എവിടെയാ? ഇൻഫിനിറ്റി. ആരാ ഒബ്ജക്ട്? സൂര്യനും നക്ഷത്രങ്ങളും പ്ലാനറ്റുകള്. പ്ലാനറ്റുകൾ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യാറായി? ഒബ്ജക്ട് ഇമേജ് എവിടെ ഫോം ചെയ്യാ? ഫോക്കസിലല്ലേ ഫോം ചെയ്യാ. സോ ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് FO. തെറ്റുണ്ടോ? ഐഡിയല് തെറ്റുണ്ടോ? ഇല്ല. നേരത്തെ കേസിൽ നമ്മൾ VO എന്ന് എഴുതിയത്.
നേരത്തെ വി എന്ന് എഴുതി, അത് കുഴപ്പമില്ല, അത് അവിടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലായിരുന്നില്ല, മൈക്രോസ്കോപ്പ് ആയിരുന്നു. ശ്രദ്ധിക്കൂ, വ്യത്യാസം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലാണ്. നേരത്തെ ഈ ഡിസ്റ്റൻസ് വി എന്ന് എഴുതിയത് സാറ്, എന്തുകൊണ്ടാ വി എന്ന് എഴുതിയത്? കാരണം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലല്ല. ഇപ്പൊ അത് ടെലസ്കോപ്പ് ആണ്. ടെലസ്കോപ്പ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലാണെങ്കിൽ ഇമേജ് ഫോക്കസിലുണ്ടാവുക. സോ ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഫോക്കൽ ലെങ്ത്. ഈ ഇമേജ് ഇവൻ എന്തായിട്ട് ആക്റ്റീവ് ഇടാം? ഈ ഇമേജ് ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യും? യെസ്, ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഓഫ് ഐ പീസ് UE. കണ്ടാ, UE വളരെ സിമ്പിൾ ആണ്. UE എന്ന് നമുക്ക് പറയാം. യെസ്, ഓക്കെ. മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ ഇതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു -FO/UE. പരിപാടി കഴിഞ്ഞു. എന്റെ ഭാഗം കഴിഞ്ഞു കേട്ടാ, എന്റെ ഭാഗം കഴിഞ്ഞു. റൈറ്റ്, അടുത്ത ഇക്വേഷൻ -FO/UE. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു f a telescope. Magnifying power of a telescope equal to -FO/UE. പരിപാടി കഴിഞ്ഞു. സാറ് നിർത്തിയിട്ടാ, സാറ് നിർത്തി -FO/UE എന്ന് എഴുതി നിർത്തി. ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? ഇമേജ് എവിടെയാണ്? ഇത് നമ്മൾ മറ്റേ സാധനം ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യണം. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി കേട്ടോ, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഇൻഫിനിറ്റിയിലാവുമ്പോ എന്താ പ്രത്യേകത? വേഗം പറഞ്ഞേ, വേഗം പറ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ സാറ് ചോദിക്കണേ. ഇമേജ് ഇൻഫിനിറ്റിയിലാവുമ്പോ എന്താ പ്രത്യേകത? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാ? ഇമേജ് ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? യെസ്, സോ UE എന്ന് പറയുന്നത് FE ആണ്. എത്ര കാലമായടാ സാറ് പറയുന്നു UE ഈക്വൽ ടു FE. സോ മാഗ്നിഫൈങ് പവർ എന്താ വരിക? -FO/FE. കണ്ടോ, മാഗ്നിഫൈങ് പവർ എന്ത് കിട്ടി? -FO/FE. കണ്ടോ, അതാണ് മാഗ്നിഫൈങ് പവർ, -FO/FE. യെസ്, അത് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ട്യൂബ് എന്താ വരിക? ഒന്ന് നോക്കി പറഞ്ഞേ. ലെങ്ത് ഓഫ് ട്യൂബ് അത് പറയുന്നതിന് പ്രത്യേക സമ്മാനം കിട്ടാ. ഒന്ന് പറഞ്ഞേ, ലെങ്ത് ഓഫ് ട്യൂബ് എന്താ വരിക? ലെങ്ത് ഓഫ് ട്യൂബ് എന്താണ് വരുന്നത്? ലെങ്ത് ഓഫ് ട്യൂബ് രണ്ട് ലെൻസുകൾ തമ്മിലുള്ള അകലം. യെസ്, FO+UE. അത്ര ഉള്ള പരിപാടി. സോ ലെങ്ത് ഓഫ് ട്യൂബ് സാർ ഇരുന്നു. ലെങ്ത് ഓഫ് ട്യൂബ് FO+UE. ഈ കേസിൽ ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ എത്രയാ ലെങ്ത് ഓഫ് ട്യൂബ് പറഞ്ഞേ? ഇമേജ് ഇൻഫിനിറ്റിലാണെങ്കിൽ ലെങ്ത് ഓഫ് ട്യൂബ് എത്രയാ? കേട്ടോ, ഇമേജ് ഇൻഫിനിറ്റിലാണെങ്കിൽ UE ഈക്വൽ ടു FE ആണ്. സോ FO+ എന്ത് വരും മക്കളെ? FO+UE പരന്നു കൊടുക്കാം, FE. സോ ലെങ്ത് ഓഫ് ട്യൂബ് ഈക്വൽ ടു FO+FE. ക്ലിയർ? കിട്ടിയില്ലേ? അത്ര ഉള്ള പരിപാടി. അപ്പൊ ലെങ്ത് ഓഫ് ട്യൂബ് FO+FE, മാഗ്നിഫൈങ് പവർ FO/FE. ഇനി ഇമേജ് എവിടെ ഫോം ചെയ്യടാ? അടുത്തത് ഇമേജ് അറ്റ് D. ഇമേജ് അറ്റ് D പറ. ഇമേജ് അറ്റ് D ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇമേജ് അറ്റ് D പറ. ഇമേജ് അറ്റ് D ആണെങ്കിൽ മക്കളെ UE വാല്യൂ എത്രയാണ്? ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു? UE എന്ന് പറയുമ്പോ FE × D/FE+D ആണോ? UE ആണോ? ഇതാണോ UE ഈക്വൽ? നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. UE ഈക്വൽ ടു FE × D/FE+D. അപ്പൊ അത് നമ്മൾ നോക്കി അത് കൊടുത്തേ. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു -FO/UE ആണ് കേട്ടോ. -FO/UE ആണ് മാഗ്നിഫൈങ് പവർ. യുടെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. സോ -FO/FE × D ബൈ മക്കൾ അത് മോളിൽ പോകും. FE × D ബൈ അത് മോളിൽ പോകും. FE+D എന്നുള്ള കാര്യം മോളിൽ പോകും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ FO/FE. അപ്പോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ മാഗ്നിഫൈങ് പവർ M ഈക്വൽ ടു എന്തായിരുന്നു? -FO/FE ഞാൻ ഇങ്ങോട്ട് എടുത്തു. -FO/FE ഞങ്ങൾ എടുത്തു. ബാക്കി എന്താ വരിക? FE+D/D ദാറ്റ് ഈസ് ഈക്വൽ ടു
FE plus D by D, 1 plus FE by D. ഇതാണ് മാഗ്നിഫൈങ് പവർ കേട്ടോ. മൈനസ് FO by F നെ സാധനങ്ങൾ മാറ്റി എഴുതി. ബാക്കി എന്താ വരിക? FE plus D by D. D by D 1 വരും plus FE by D. Okay, so this is the magnifying power of a astronomical telescope when the image is formed at D. When the image is formed at D. ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലെങ്ത് ഓഫ് ട്യൂബ് എന്താ വരിക ഈ കേസിൽ? ലെങ്ത് ഓഫ് ട്യൂബ് എന്താ വരിക? ലെങ്ത് ഓഫ് ട്യൂബിന്റെ ഇക്വേഷൻ FO plus UE എന്നാണ്. ലെങ്ത് ഓഫ് ട്യൂബിന്റെ ഇക്വേഷൻ FO plus UE ആണ്. UEക്ക് വരുന്നത് കൊടുക്കുക, ഏതാ കൊടുക്കുക? സോ FO plus FE into D by FE plus D. പരിപാടി കഴിഞ്ഞു. ഗതം ഹുവ. FO plus UE. UEക്ക് വരുന്നത് കൊടുക്കുക. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കേട്ടോ. അതിലൊന്നാണ് യുടെ ഇക്വേഷൻ. U equal to F into D by F plus D. അത് പഠിക്കണം. ഓക്കെ, ഇതാണ് ലെങ്ത് ഓഫ് ട്യൂബ്. ക്ലിയർ ആണോ? യെസ് മക്കളെ, ഞാനൊരു സെന്റൻസ് കൂടി പറഞ്ഞുതരാം. നോർമൽ സെറ്റിംഗ് എന്നുള്ള വാക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തില് നോർമൽ സെറ്റിംഗ് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയി കേട്ടോ, ഇങ്ങനെ വാക്ക് കണ്ടു കഴിഞ്ഞാൽ നോർമൽ സെറ്റിംഗ് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയി ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് കേട്ടോ. അപ്പൊ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി നേരിട്ട് ചോദിക്കാതെ ശ്രദ്ധിച്ചോട്ടാ. അവര് ചിലപ്പോൾ നേരിട്ട് ചോദിക്കില്ല. അപകർഷതാബോധം ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ നേരിട്ട് അവരെന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് ചോദിക്കില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ പറയും. എങ്ങനെ പറയും? ഇമേജ് റിലാക്സ്ഡ് ആയി പറയും, അല്ലെങ്കിൽ നോർമൽ സെറ്റിംഗ് എന്നുള്ള വാക്കൊക്കെ പറയും. ഈ നോർമൽ സെറ്റിംഗ് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയി എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കിക്കോളൂ, ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, യെസ്. ഇനി വായിക്കട്ടെ. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങള് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ പഠിക്കുക. ഇനി ഒരു ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെലസ്കോപ്പ് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പാണ്. ഈ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആകാശത്തുള്ള സാധനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ആകാശത്തുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആരാ? പറവയൊന്നല്ല, ആകാശത്തെ പറവകളും കിളികളൊന്നല്ല, ഈ സ്റ്റാറുകൾ, പ്ലാനറ്റുകളൊക്കെയാണ്. ഈ സ്റ്റാറുകളുടെയും പ്ലാനറ്റുകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്പെറിക്കൽ ഇൻ ഷേപ്പ് കേട്ടോ. അവർ സ്പെറിക്കൽ ഷേപ്പാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന്റെ ഒരു പ്രത്യേകത, അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ പ്രത്യേകത, നമ്മളിപ്പോ പറഞ്ഞ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോം ഇൻവേർട്ടഡ് ഇമേജ്. അവർ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ടെലസ്കോപ്പ് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ ഫൈനൽ ഇമേജ് മക്കളെ ഇൻവേർട്ടഡ് ആയിരിക്കും. അങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ഈ സ്റ്റാറിനെയും മറ്റേ പ്ലാനറ്റിനെയും ഒക്കെ നോക്കുന്ന സമയത്ത് സ്പെറിക്കൽ ഷേപ്പാണ് സ്റ്റാറും പ്ലാനറ്റും ഒക്കെ. അപ്പൊ സ്പെറിക്കൽ ഷേപ്പുള്ള സ്റ്റാറും പ്ലാനറ്റും ഇൻവേർട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? സ്പെറിക്കൽ ഷേപ്പ് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ മക്കളെ? സ്പിയറിനല്ലേ അല്ലേ? അതെ. അപ്പോ സ്പെറിക്കൽ ഷേപ്പുള്ളവര് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എന്തില്ല, ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇമേജ്, ഫൈനൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. അത് കാരണം കൊണ്ട് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന് ഫൈനൽ ഇമേജ് ഇൻവേർട്ടഡ് ആയാലും ബുദ്ധിമുട്ടില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്, നമ്മൾ ഭൂമിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ, ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള, അപ്പൊ ഭൂമിയിലുള്ള അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടിയാൽ ശരിയാവും മക്കളെ? നമ്മളൊരു അകലെയുള്ള ഒരു മരത്തിനെ നോക്കുമ്പോൾ മരം തലകീഴായി നിന്നാൽ ശരിയാവോ? നമ്മളൊരു ബിൽഡിങ്ങിനെ നോക്കുമ്പോൾ ഭൂമിയിലുള്ള അകലെയുള്ള ഒരു സാധനത്തിനെ നോക്കുമ്പോൾ അത് തലകീഴായി നിന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ടെറസ്ട്രിയൽ ടെലസ്കോപ്പില് ഫൈനൽ ഇമേജ് ഇൻവേർട്ടഡ് ആവാൻ പാടില്ല. അങ്ങനെ ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് ഉണ്ടാ സാറ് വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ആ വാക്ക് ഇനി കണ്ടു കഴിഞ്ഞാൽ പേടിക്കരുത്. ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് എന്ന സാധനമുണ്ട്, ഭൂമിയിലുള്ള സാധനങ്ങളെ കാണാനുള്ളത്. ഈ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന്റെ പ്രത്യേകത, ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന്റെ ഫൈനൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇൻവേർട്ടഡ് ആവരുത് മക്കളെ, എന്തായിരിക്കണം? ഇറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഇറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റീവും അതേപോലെ ഐ പീസ് എന്ന് പറഞ്ഞ രണ്ട് ലെൻസുകൾക്ക് പുറമെ നടുക്കില് മറ്റൊരു കോൺവെക്സ് ലെൻസ് കൂടി വെക്കും. അപ്പൊ ഒരു ടെറസ്ട്രിയൽ ടെലസ്കോപ്പിൽ 3 ലെൻസുകളുണ്ട്. 2 ലെൻസുകൾക്ക് പുറമെ നടുക്കിൽ നമ്മൾ എന്ത് വെക്കും മക്കളെ? വേറൊരു കോൺവെക്സ് ലെൻസും കൂടി വെക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഈ കോൺവെക്സ് ലെൻസ് ആണ് ഇവനെന്താക്കി മാറ്റുക? ഇറക്റ്റ് ആക്കി മാറ്റാനുള്ള ജോലി വരുന്നത്. ബാക്കി ഒന്നിലും ആ കോൺവെക്സ് ലെൻസ് ഇടപെടില്ല. മാഗ്നിഫൈങ് പവർ ഒന്നും മാറുന്നില്ല, പഴയ കാരണം തന്നെ FO/FE അല്ലെങ്കിൽ FO/FE × 1 + FE/D. നമ്മൾ പറഞ്ഞ ടെലസ്കോപ്പിന്റെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ടെലസ്കോപ്പിന്റെ അതേ മാഗ്നിഫൈങ് പവർ, ദ സെയിം മാഗ്നിഫൈങ് പവർ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കീപ്പ് ചെയ്ത് പോകും. അപ്പൊ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന് വേറെ മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ ഉണ്ടോ? ഇല്ല. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ തന്നെയാണ് ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന് വരുന്നത്. സോ മാഗ്നിഫൈങ് പവറിൽ മാറ്റമില്ല. പക്ഷേ എക്സ്ട്രാ എന്ത് വെച്ചിട്ടുണ്ടാവും? ഒരു ലെൻസ് എക്സ്ട്രാ കൂടുതൽ വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിട്ട്? അതിനെ എന്താക്കി മാറ്റാൻ വേണ്ടി, ഇറക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി മക്കളെ. പക്ഷേ എന്ത് സംഭവിക്കും? മാഗ്നിഫൈങ് പവറിൽ മാറ്റമില്ലെങ്കിലും ലെങ്ത് ഓഫ് ട്യൂബ് മാറും. ലെങ്ത് ഓഫ് ട്യൂബ് മാറും. ശ്രദ്ധിച്ചോട്ടാ, ടെറസ്ട്രിയൽ ടെലസ്കോപ്പും അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ് മക്കളെ? ലെങ്ത് ഓഫ് ട്യൂബിലാണ്. അപ്പൊ ഇവിടെ എന്ത് മാറും? ലെങ്ത് ഓഫ് ട്യൂബിൽ എന്ത് വരുന്നുണ്ട്? ഒരു ചേഞ്ച് വരുന്നുണ്ട്. ലെങ്ത് ഓഫ് ട്യൂബ് ഇൻക്രീസസ് ബൈ 4 times of focal length of the new convex lens. 4 times of focal length of the new convex lens. നമ്മൾ നടുക്കിൽ വെക്കുന്ന കോൺവെക്സ് ലെൻസിന്റെ 4 ഫോക്കൽ ലെങ്ത്തിന്റെ 4F കേട്ടോ, 4F എന്ത് സംഭവിക്കും മക്കളെ? ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മിച്ചു വെക്കണം. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. ടെറസ്ട്രിയൽ ടെലസ്കോപ്പ് മാഗ്നിഫൈങ് പവർ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന് സെയിം ആണ്, എല്ലാം സെയിം ആണ്. എക്സ്ട്രാ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു വ്യത്യാസമുണ്ടോ? പക്ഷെ ആ ലെൻസ് വെച്ചതിന്റെ ഫലമായിട്ട് ലെങ്ത് ഓഫ് ട്യൂബ്, എത്ര ഫോക്കൽ ലെങ്ത്തിന്റെ ലെൻസ് ആണോ വെച്ചത് അതിന്റെ 4 times ലെങ്ത് ഓഫ് ട്യൂബ് എന്ത് ചെയ്യുന്നത് മക്കളെ? ഇൻക്രീസ് കാണിക്കും. സോ ഇൻക്രീസസ് ബൈ 4 times. കിട്ടിയോ? കിട്ടിയോ? യെസ്. അപ്പോ അത്രയും കാര്യങ്ങൾ നമുക്ക് ഒപ്റ്റിക്സിൽ നിന്ന് ആവശ്യമുള്ളതാണ്. ഒപ്റ്റിക്സിൽ നിന്ന് ആവശ്യമുണ്ട്. റൈറ്റ്. ഇനി നമുക്ക് അപ്പോ റേ ഒപ്റ്റിക്സ് അത്രയും കാര്യങ്ങളുള്ളൂ. നമുക്ക് പെട്ടെന്ന് റേ ഒപ്റ്റിക്സിലെ കുറച്ച് ഭാഗങ്ങൾ പറയാം. ഓക്കെ, റേ ഒപ്റ്റിക്സ് പറയല്ലേ? മക്കളെ പറയട്ടെ. യെസ്, വേ ഒപ്റ്റിക്സ് പറയുന്നു. അപ്പോ പ്രോബബ്ലി ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ക്ലാസ് അല്ലെ? അവസാനത്തെ ക്ലാസ് ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോ ഇത് തീർന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ, അതായത് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാൻ പറയാം കേട്ടോ. ഞാൻ അയച്ചുതരാൻ പറയുന്നുണ്ട്. അപ്പൊ അത് കണ്ടാലും മതി. അപ്പോ വേ ഒപ്റ്റിക്സ് ആണ്. അപ്പോ വേ ഒപ്റ്റിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വേവ് ഫ്രണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ പറയില്ല കേട്ടോ. അതായത് ലോക്കസ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിന്റ്സ് വിച്ച് ആർ ഓൺ ദ സെയിം ഫേസ് എന്ന് പറയുന്ന ഒരു വേവ് ഫ്രണ്ട്. ഓരോ സോഴ്സുകളുടെയും വേവ് ഫ്രണ്ടുകളുടെ ഷേപ്പ്, പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്ക്വയർ, ലൈൻ സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കല്, അതേപോലെ സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഷീറ്റ്, പ്ലെയിൻ വേവ് ഫ്രണ്ട്, അങ്ങനെയുള്ള കുറച്ച് വേവ് ഫ്രണ്ടുകളുടെ ഷേപ്പും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കാം. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇന്റർഫറൻസ് പറയാം. ഇന്റർഫറൻസ് മക്കളെ, ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ 2 വേവുകൾ കേട്ടാ. 2 വേവുകൾ എന്ത് ചെയ്യുന്നു? രണ്ടോ അതിലധികമോ, നമ്മളിപ്പോ സാധാരണ പഠിക്കാനുള്ള 2 വേവുകളാണ്. ഓക്കെ, 2 വേവുകൾ ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന, ഒരേ ഫ്രീക്വൻസിയിലുള്ള 2 വേവുകൾ എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിന്റെ ഫലമായി ഇപ്പൊ 2 വേവുകൾ കേട്ടോ, 2 വേവുകൾ സെയിം ഡയറക്ഷനിലോട്ട് പോകുന്ന 2 വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. സൂപ്പർ ഇമ്പോസ് എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് ചില സ്ഥലങ്ങളിൽ വേവുകൾ വലിയ വേവ് ആയി മാറുകയും ചില സ്ഥലങ്ങളിൽ വേവ് ഇല്ലാതാവുകയും, അതായത് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയും ചില സ്ഥലങ്ങളിൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് അറിയാലോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം കേട്ടോ. സോ ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ 2 വേവുകൾ, അറ്റ്ലീസ്റ്റ് 2 വേവുകൾ വേണം. ഈ 2 വേവുകൾ ഒരേ മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഒരേ മീഡിയത്തിലൂടെ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരിക കൂടിക്കലരും അല്ലെ? നമ്മൾ കൂടിക്കലർന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? ചില സ്ഥലങ്ങളിൽ ഈ 2 വേവുകൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷന് വിധേയമായി വലിയ വേവ് ഉണ്ടാവുകയും വലിയ ആംപ്ലിറ്റ്യൂഡുള്ള
വേവ് ഉണ്ടാകുകയും ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷന് വിധേയമായി ചെറിയ ആംപ്ലിറ്റ്യൂഡിലുള്ള വേവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റർഫറൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അതാണ് ഇന്റർഫറൻസ്. അപ്പൊ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും സാറ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ, ഫസ്റ്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ A1 sin omega t ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ A1 sin omega t ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും A1 ആണ്. ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് വേവ്, ഒരു വേവിന്റെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മക്കൾ എന്താണ്? A2 ആണ്. അല്ല സോറി, A1 ആണ്. ഇനി സെക്കൻഡ് വേവ് വരുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു നീളത്തിൽ അറ്റ് ടൈം എന്ത് വേണം? രണ്ട് വേവുകൾ വേണം. ആ രണ്ട് വേവുകളും കൂടിച്ചാവാനാണ് ഇന്റർഫറൻസ് ഉണ്ടാവുക. അപ്പൊ സെക്കൻഡ് വേവ് നമ്മൾ Y2 എന്ന് പറയുന്നു. അവന്റെ നമ്മുടെ ഇക്വേഷൻ A2 sin omega t plus 5. omega t plus 5 സാർ ജനറൽ ഇക്വേഷൻ പറഞ്ഞേട്ടോ. അപ്പൊ സെക്കൻഡ് വേവിന്റെ ഇക്വേഷൻ A2 sin omega t plus 5. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. ഒരു കാര്യം കൂടി ഉണ്ട്, സെക്കൻഡ് വേവ് മറ്റേ ഫസ്റ്റ് വേവിന്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്. മക്കളെ സൈൻ കഴിഞ്ഞ് എഴുതുന്നതിനാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്നൊക്കെ വിളിക്കാം. അപ്പൊ ഫസ്റ്റ് വേവിന്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്, സെക്കൻഡ് വേവിന്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി പ്ലസ് 5 ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 5യുടെ ഫേസ് ഡിഫറൻസ് കാണുന്നുണ്ട് അല്ലെ? ഒരു 5യുടെ എന്ത് കാണുന്നുണ്ട് മക്കളെ? ഫേസ് ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പൊ രണ്ട് വേവുകളുണ്ട്. ആ രണ്ട് വേവുകളുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സെയിം ആണോ? അല്ല. ആംപ്ലിറ്റ്യൂഡ് എന്താ? ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവുകൾ, അവർ തമ്മിൽ എന്തുണ്ട് മക്കളെ? ഒരു ഫേസ് ഡിഫറൻസ് കാണുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്, ഇവിടുത്തെ ഫേസ് ആംഗിൾ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? രണ്ടുപേരും തമ്മിൽ ആംഗിളിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഒരു ഫേസ് ഡിഫറൻസ് 5 കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് വേവുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്താൽ മക്കളെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ y1 plus y2 രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കട്ടോ, ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് മക്കളെ, അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. ഇതാണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. അല്ലെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു മക്കളെ, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. ഇതെവിടെയോ കണ്ടിട്ടുണ്ടോ മക്കളെ? ഈക്വേഷൻ എവിടെ കണ്ടിട്ടുണ്ടോ? ഈ ഇക്വേഷൻ നിങ്ങൾ വല്ലയിടത്തും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതേ ടൈപ്പ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കരുത് സാർ, ഞങ്ങൾ ഇവിടെ ഒന്നും കാണാറില്ല. ഇങ്ങനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? യെസ്, പാരലോഗ്രൽ ഓഫ് വെക്ടർ അഡീഷനിൽ. യെസ്, അതന്നെ പാരലോഗ്രൽ ഓഫ് വെക്ടർ അഡീഷനിൽ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB cos θ. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. അപ്പോ ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? തലയ്ക്ക് സ്റ്റഫ് ഉള്ളവർ എന്ത് പറയും? ഇത് മറ്റേ പാരലോഗ്രാം ലോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് തലയ്ക്ക് സ്റ്റഫ് ഉള്ളവൻ പറയും കേട്ടോ, നമ്മളും പറയണം. അപ്പോ നമുക്കിത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ A1 A2 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവുകൾ, A1 A2 എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവുകൾ 5 ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 5 ഫേസ് ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് വേവുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്ത്, അതായത് കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ വരുമ്പോൾ റൂട്ടിന്റെ ആവില്ല. ഈസ് എ ക്ലിയർ? ഇനി നമ്മൾ ഒരു കാര്യം കൂടി സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ, ഇന്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഇത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇന്റൻസിറ്റിയുടെ ഫോർമുലാറ്റിൽ എഴുതാം. അപ്പൊ ഇവിടെ നോക്കൂ, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പകരം എഴുതാം മക്കളെ, ഇറ്റ് ഈസ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് എഴുതാം. എഴുതിയില്ലേ? കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? ഇന്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. എവിടെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഉണ്ടോ അവിടെ ഇന്റൻസിറ്റി എന്ന് എഴുതാം. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം മക്കളെ? റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു A1 സ്ക്വയറിന് പകരം എന്ത് എഴുതാം? A1 സ്ക്വയർ ആണ് കേട്ടോ. ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി പ്ലസ്
A2 സ്ക്വയർ മക്കളെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ട ഇന്റൻസിറ്റി നേടാണോ സാർ പറഞ്ഞത്? ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ട ഇന്റൻസിറ്റി നേടാം. സോ A2 സ്ക്വയർ എന്താ നമുക്ക് എന്ത് എഴുതാം? I2 പ്ലസ് 2. ഇവിടെ സ്ക്വയർ കാണുന്നില്ല, വെറും ആംപ്ലിറ്റ്യൂഡ് കാണുന്നുള്ളൂ മക്കളെ. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ടാൽ ഇന്റൻസിറ്റി നേടാം, വെറും ആംപ്ലിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇന്റൻസിറ്റി I1 നേടാം. അപ്പൊ A1 പകരം റൂട്ട് I1, A2 പകരം റൂട്ട് I2 cos y. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇന്റൻസിറ്റിയില് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് മക്കളെ. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽസ് resultant intensity of the interference in the resultant intensity എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി പ്ലസ് സെക്കൻഡ് വേവിന്റെ ഇന്റൻസിറ്റി 2 root I1 I2 cos y. 2 root I1 I2 cos y, where 2 root I1 I2 cos y is known as interference term. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർഫറൻസ് ടേം എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കി വെക്കണ്ട. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. രണ്ട് വേവുകൾ വേണം ഇന്റർഫറൻസ് ഉണ്ടാവാൻ. നമ്മൾ രണ്ട് വേവിന്റെ കേസാണ് പഠിക്കണല്ലോ. രണ്ട് വേവുകൾ വേണം മക്കൾ എന്ത് ചെയ്യാൻ? ഇന്റർഫറൻസ് ഉണ്ടാവാൻ. രണ്ട് വേവുകൾ തമ്മിൽ ഇന്റർഫറൻസ് നടന്നു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഡിക്ഷൻ വെക്ടർ ലോഡാ പാരലൽ ലോ ഓഫ് വെക്ടർ ഡിക്ഷൻ ഓർമ്മിച്ച് വെക്കാതെ എളുപ്പം. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos y. അല്ലെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos y. ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന്റെ ഇന്റൻസിറ്റിയുടെ ബേസിൽ എഴുതുമ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 root I1 I2 cos y. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത് മക്കളെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എപ്പോഴാ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാം? എപ്പോഴാ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? അത് നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് കേട്ടാ, അത് അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയങ്ങളൊന്നും നമുക്ക് നമ്മുടെ കയ്യിലില്ല. സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോഴുള്ള കണ്ടീഷൻ എന്താ? പാത്ത് ഡിഫറൻസ് 0, ലാംഡ, 2 ലാംഡ, 3 ലാംഡ എക്സെട്ര n ലാംഡ. കേട്ടുണ്ടോ? ഇങ്ങനെ ഇക്വേഷൻ കേട്ടുണ്ടോ? സോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ ആണിത്. പാത്ത് ഡിഫറൻസ് 0, ലാംഡ, 2 ലാംഡ, 3 ലാംഡ എക്സെട്ര n ലാംഡ. മക്കളെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ പറയും ബ്രൈറ്റ് ബാൻഡ്. അപ്പൊ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ, മാക്സിമം ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ മക്കളെ? പാത്ത് ഡിഫറൻസ്. അതായത് രണ്ട് ലൈറ്റ് വേവുകളിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ദൂര വ്യത്യാസം, പാത്ത് ഡിഫറൻസ് കേട്ടോ. അവരെന്താണ് മക്കളെ? 0 ലാംഡ, 2 ലാംഡ, 3 ലാംഡ. അതായത് ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആയാൽ മതി, അതാണ് n ലാംഡ. അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് മക്കളെ പറ. ഫേസ് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് എന്തായാൽ മതി? ഫേസ് ഡിഫറൻസ് 0, 2π, 4π, 6π എക്സെട്ര 2nπ ഇതായാൽ മതി. അപ്പൊ ഫേസ് ഡിഫറൻസ് ഇതായാൽ മതി. 0, 2π, 4π, 6π എക്സെട്ര 2nπ. അതായത് 2πയുടെ മൾട്ടിപ്പിൾസ് വരിക. 2πയുടെ മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ അത് ഏത് ഡിഫറൻസാ? കൺസ്ട്രക്റ്റീവ് ഡിഫറൻസാ. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ബാൻഡ് ആണ്. കൺസ്ട്രക്റ്റീവ് ഡിഫറൻസ് ആണ്, മാക്സിമം വരെയുള്ള കണ്ടീഷൻ ആണ്. ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് എന്താവുക? പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2, 5 ലാംഡ ബൈ 2, 7 ലാംഡ ബൈ 2 എക്സെട്ര 2n plus 1 ലാംഡ ബൈ 2 or 2n minus 1 ലാംഡ ബൈ 2. കേട്ടോ? ഇതൊക്കെ കേട്ടോ? 2n plus 1 ലാംഡ ബൈ 2 അല്ലെങ്കിൽ 2n minus 1 ലാംഡ ബൈ 2. ഈ പാത്ത് ഡിഫറൻസ് വരികയാണെങ്കിൽ മക്കൾ എന്തായി? അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബാൻഡ് ആണ്. അപ്പൊ ഡാർക്ക് ബാൻഡ് വരാനുള്ള പാത്ത് ഡിഫറൻസ് കണ്ടീഷൻ ആണ് എഴുതി വെച്ചാൽ ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2, 5 ലാംഡ ബൈ 2, 7 ലാംഡ ബൈ 2. അല്ലെങ്കിൽ അതിന്റെ ഫേസ് ഡിഫറൻസ് എത്ര വരിക? ഫേസ് ഡിഫറൻസ് മക്കളെ, ഫേസ് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം. പൈ, 3π, 5π, 7π എക്സെട്ര കേട്ടോ. ഓഡ് മൾട്ടിപ്പിൾസ് കേട്ടോ. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ എക്സെട്ര 2n plus 1 പൈ അല്ലെങ്കിൽ 2n minus 1 പൈ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കേട്ടോ. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസ് കണ്ടീഷൻ. ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസ് കണ്ടീഷൻ. അറിയോ?
അറിയോ? പ്ലസ് ടു പഠിച്ചിട്ടില്ലേ? പറയേ, അറിയില്ലേ? യെസ് യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ. ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ y1, ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ a sin omega t, സെക്കൻഡ് വേവിന്റെ ഇക്വേഷൻ a sin omega t പ്ലസ് 5. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്താ? രണ്ട് വേവുകളുണ്ട്. ആ രണ്ട് വേവുകളുടെയും ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പ്രത്യേകത എന്താ? എന്താ? യെസ്, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. നമ്മൾ നേരത്തെ ജനറൽ ഇക്വേഷനിലെ ആംപ്ലിറ്റ്യൂഡ് വരെ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പറയാണ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. അതേപോലെ ഫേസ് ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഫേസ് ഡിഫറൻസ് 5 ആണ്. ഫേസ് ഡിഫറൻസ് 5 ആണ്. സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോ എന്താ വരിക? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ പറ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ പറ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു പറ മക്കളെ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു പറ. റൂട്ട് ഓഫ് അല്ലെ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 2a സ്ക്വയർ കോസ് 5. ക്ലിയർ ആണല്ലോ? a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5. a1 a2 ഒക്കെ a ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. സോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു, എല്ലാവരും ഒന്ന് പറയട്ടാ, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു പറ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറ a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 2a സ്ക്വയർ. സോ മക്കളെ എന്ത് ചെയ്യാം? 2a സ്ക്വയർ നമുക്ക് കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. 2a സ്ക്വയർ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് കോസ് 5. വാട്ട് ഈസ് 1 പ്ലസ് കോസ് 5? എന്താണ് 1 പ്ലസ് കോസ് 5? പറയേ. അതും അറിയില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ. യെസ്. സോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു മക്കളെ 1 പ്ലസ് കോസ് 5 എന്ന് പറയുമ്പോൾ 2 ഏതാ 1 പ്ലസ് കോസ് 5? മക്കളെ എത്രയാണ് 1 പ്ലസ് കോസ് 5? 2 കോസ് സ്ക്വയർ 5/2 ആണോ സൈൻ സ്ക്വയർ 5/2 ആണോ? അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത് സാർ. 2 കോസ് സ്ക്വയർ 5/2 ആണോ സൈൻ സ്ക്വയർ 5/2 ആണോ? സൈനാണോ? ഉറപ്പാ സൈനാണെന്ന്? കോസാണോ? 1 പ്ലസ് കോസ് 5 എത്രയാണ് ചോദ്യം? ഞാൻ മാത്സിൽ എത്ര വലിയ ഇതല്ലടാ, നിങ്ങൾ പറയടാ. കോസ് സ്ക്വയർ സൈൻ സ്ക്വയറാ? ആരോടാ ചോദിക്കാൻ ഇവിടെ? ഒരാള് പോലും ഇല്ലേ. കോസ് സ്ക്വയർ അല്ലേ? യെസ്. കോസ് സ്ക്വയർ അല്ലേ സൈൻ സ്ക്വയർ ആണോ? ഒന്ന് വേഗം പറ. ഒന്നുകൂടി ഓർമ്മിച്ചു പറഞ്ഞോ. കോസ് സ്ക്വയർ ആണോ സൈൻ സ്ക്വയർ ആണോ? കോസ് സ്ക്വയർ ആണ്. യെസ്. അപ്പൊ അതിലേക്ക് തെറ്റിക്കരുത്. 2 കോസ് സ്ക്വയർ θ/2 അല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ 5/2. അപ്പൊ മക്കളെ 2 എന്തായി വരും മക്കളെ? അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2 into 2 4 വരും. റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം, 2 എന്ന് പുറത്തേക്ക് എടുക്കാം. a സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് a എന്ന് പുറത്തേക്ക് എടുക്കാം. കോസ് സ്ക്വയർ 5/2 റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം, കോസ് 5/2. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് അതാണ്. രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡ്, രണ്ട് വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ് കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളൂ. രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്.
എങ്കിൽ അവരുടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്താ വരിക 2a cos phi by 2. ഇന്റൻസിറ്റി എന്താ വരിക മക്കളെ? റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഞങ്ങളോട് പറഞ്ഞു. റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ചെയ്താൽ മതി. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ഒന്നും പറഞ്ഞില്ല, വേണ്ട, ഇത് പഠിച്ചു വെക്കി. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു 2a cos phi by 2 അല്ലെ? റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു 2a cos phi by 2 അല്ലെ? യെസ്. ഇനി റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ പറയാം മക്കളെ. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I1 plus I2 plus 2 root I1 I2 cos phi. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I1 plus I2 plus 2 root I1 I2 cos phi. അപ്പോ ഈ കേസിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു മക്കളെ I1 I2 ഉണ്ടോ? I1 I2 ഉണ്ടോ? I1 I2 ഉണ്ടോ? വേഗം പറ. I1 I2 എഴുതേണ്ട ആവശ്യമില്ല. രണ്ടുപേരും എന്താണ്? സെയിം ആണ്. യെസ് യെസ്. അപ്പൊ സെയിം ആണ്. അപ്പൊ I1 plus I2 അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2i plus 2i cos phi. So resultant intensity equal to 2i plus 2i cos phi. So what is 2i? നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? പുറത്തേക്ക് എടുക്കാം. So resultant intensity equal to 2i നമ്മൾ പുറത്തേക്ക് എടുത്താൽ 1 plus cos phi. What is 1 plus cos phi? Again 1 plus cos phi വീണ്ടും വന്നിരിക്കുന്നു. എത്രയാണ് വരിക മക്കളെ? Resultant intensity equal to 2i into 1 plus cos phi എന്താ? 2 cos square phi by 2. That is equal to 4i into cos square phi by 2 is the resultant intensity. Is a resultant intensity. 4i into cos square phi by 2. I എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ഇടാ. ഇൻഡിവിജ്വൽ വേവിന്റെ ഇന്റൻസിറ്റി ആണ് I എന്ന് പറയുന്നത്. സോ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു 4i into cos square phi by 2. കേട്ടോ? ഇത് രണ്ട് കേസുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. 4i cos square phi by 2 അല്ലെങ്കിൽ പിന്നെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എവിടെയായിരുന്നു? ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ 2a. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 2a cos phi by 2. ഇതാണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. കേട്ടോ? ഇത് പഠിച്ചു വെക്കണം. അതുപോലെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 4i into cos square phi by 2 എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? അത് പറ. ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? അതും നീ പറഞ്ഞേ. യെസ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആകുമ്പോൾ. അല്ലാത്തപ്പോൾ മറ്റേ ജനറൽ ഇക്വേഷൻ കേട്ടോ. റൂട്ട് ഓഫ് a1 square plus a2 square plus 2a1 a2 cos phi അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഈക്വൽ ടു I1 plus I2 plus 2 root I1 I2 cos phi. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ സാറ് ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇത് സെൻഡ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. സംശയങ്ങളും കാര്യങ്ങളും പരീക്ഷയ്ക്ക് മുമ്പ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ നമ്പറിലേക്ക് ചോദിക്കാം കേട്ടോ. നമ്പറിൽ അറിയാലോ, ആ നമ്പറിലേക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയിക്കാം. ഓക്കെ, അപ്പൊ റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്.